Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫംഗ്ഷൻസ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലാസ്സും ഒബ്ജക്ട്സും എന്താ പറയുക ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഊപ്സ് ആണ് ഫസ്റ്റ് ചിന്തിക്കുക. പക്ഷേ ഞാൻ ഊപ്സ് എന്ന ലെവലിൽ ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഊപ്സ് എന്ന ലെവലിൽ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഒരുപാട് തിയറി പറഞ്ഞ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. എന്നിട്ട് അത് പ്രാക്ടിക്കലി ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പെൻഡൻസി കുറക്കുകയാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് പ്രോജക്റ്റിന് ആവശ്യമുള്ള ഒരു ഊപ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ് ഒബ്ജക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും ഊപ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലാസ്സും ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ക്ലാസ് എന്താണ്? കൂടുതൽ ആളുകൾ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ക്ലാസ് ഒബ്ജക്ട്സ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഒരു റിസ്ക് ഫാക്ടർ ആയിരുന്നു. പക്ഷെ ആക്ച്വലി അത് അത്ര കൺഫ്യൂഷൻ ആക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ എന്താ പറയാ കറൻസി അടിക്കുന്നുണ്ടല്ലോ, RBI എന്ത് ചെയ്തു 500 നോട്ട്, അതേമാതിരി 1000, 2000 അങ്ങനെ പല സിറ്റുവേഷനിൽ പല നോട്ടിന്റെ വാല്യൂ നമ്മളിപ്പോൾ നോക്കുന്നില്ല. അതേമാതിരി നമ്മൾ 1 രൂപ, 2 രൂപ, 5 രൂപ, 10 നോട്ടാണ്, 20, 50 ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അടിക്കാൻ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ലോജിക്കലി അത് കറക്റ്റ് ആണ് പറയുന്നില്ല. ചിലപ്പോൾ RBI ഒറ്റ എന്താ പറയുക ഇതിന് എന്തോ ഒരു അച്ചീണ് അങ്ങനെ എന്തോ പറയില്ല, അതായത് പ്രിന്റിങ്ങിന്റെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ആടെന്ന് പറഞ്ഞ മറ്റേ മൂവിയിലൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു പാറ്റേൺ അത് ഒന്നുള്ളൂ വിചാരിക്കും. ആ ഒരു പ്രിന്റ് സാധനം വെച്ചുകൊണ്ട് ആ ഒരു അച്ച് തൽക്കാലം അതിന് അച്ച് പരിപാടി കറക്റ്റ് അറിയില്ല, ആ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി അല്ലെങ്കിൽ 10 കോടി അല്ലെങ്കിൽ 100 കോടി നോട്ട് അടിച്ചിറക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അത് ഒന്നുള്ളൂ വിചാരിക്കും. ആ ഒന്നുള്ള വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, അപ്പൊ അത് 2 ഉണ്ട് 10 ഉണ്ട് എന്ന് പറയണ്ട. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഒന്നുള്ളൂ വിചാരിക്കും. നമ്മൾ പഠിക്കണല്ല, നമ്മൾ നോട്ട് അടിക്കാൻ പോവല്ല. അപ്പൊ ഒന്ന് ഉള്ളു വിചാരിക്കുക. ആ ഒന്നിന്ന് എത്ര കോടി നോട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതൊരു കോമൺ സെൻസ് ആയി ചിന്തിച്ചൂടെ? റിയാലിറ്റി കേസ് നോക്കണ്ട, കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കല്ലോ. ആ അച്ചിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്, ഈ നോട്ടുകളെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു അടിപൊളി എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കുക. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് ആ അച്ചിന് എത്ര റുപ്പീസ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പൊ ഒരു 2 500 നോട്ട് ഞാൻ ഉണ്ടാക്കി വിചാരിച്ചോളൂ. നിങ്ങൾക്ക് വരാൻ പറ്റും ഈ 500ന്റെ നോട്ടാണ്, ഈ 500ന്റെ നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 500 ഉണ്ടാക്കി. ഞാൻ ഈ 500 കാണിച്ചുകൊണ്ട് പറയണേ ഈ 500ന്റെ ബാക്കിയാണ് ഈ 500. ലോജിക് ഇല്ലല്ലോ. ഈ 500 വേറെയാണ്, ഈ 500 വേറെയാണ്. ഇത് രണ്ടും കൂടെ ഒരു ബന്ധമില്ല. ഇപ്പോ ഇത് വേറെ സാധനങ്ങൾ വാങ്ങാനും പറ്റും, ഇതുകൊണ്ട് വേറെ പർച്ചേസിങ് നടത്താൻ പറ്റും. ഇത് രണ്ടും കൂടി കൂട്ടി വലിയൊരു പർച്ചേസിങ്, 1000 രൂപയുടെ പർച്ചേസിങ് നടത്താൻ പറ്റും. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇതിന് കംപ്ലീറ്റ്ലി ഒരു യുണീക്ക് ആയിട്ടുള്ള ID അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവും. ഇതിനും കംപ്ലീറ്റ്ലി യുണീക്ക് ആയിട്ടുള്ളത് ഉണ്ടാവും. ഇതിന് രണ്ടിനും സിമിലാരിറ്റി ഉള്ള കുറെ ഡാറ്റകൾ ഉണ്ടാവും. അപ്പൊ തന്നെ യുണീക്ക് ആയിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ എന്താ പറയാ ഒരു എന്താ പറയാ നമുക്ക് എന്താ പറയാ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത് കുറച്ചുണ്ടാവും. ചിലപ്പോൾ ഒരു ഇമേജ് വെച്ചാണ് കോമൺ ആയിട്ടുള്ള ഇമേജ് രണ്ടിനും ഉണ്ടാവും. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡീൽ ചെയ്യാൻ പറ്റും. ആ ക്ലാസിന്റെ ഉള്ളിൽ, ആ അച്ചിന്റെ ഉള്ളിൽ പല കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് അതിന്റെ ഒരു എന്താ പറയാ ബേസിക്. ഇതിന്റെ റിയൽ കേസ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോട്ട് അടിക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഇനിയിപ്പോ അത് എന്താ പറയാ അതൊരു കേസ്. ഇനിയിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫാക്ടറിയിൽ ഐഫോൺ ഉണ്ടാക്കാൻ വേണ്ടി ഇതേമാതിരി ഒരു സെറ്റപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഡാറ്റ പാസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൻ്റെ ഉള്ളിൽ കുറേ പാർട്സ് ഉണ്ട്. ഈ പാർട്സുകളൊക്കെ നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ അങ്ങനെ കുറേ സംഭവങ്ങൾ, ബാറ്ററി ഇതെല്ലാം കൂടെ ഇട്ട് തന്നു കഴിഞ്ഞാൽ iPhone 16 Pro അങ്ങോട്ട് തരും. അങ്ങനത്തെ ഒരു മെഷീൻ സെറ്റ് ചെയ്തിട്ട് വിചാരിക്കും. ഫേക്ക് ഇട്ട് അണ്ടിൽ കെട്ടിന്ന് പറഞ്ഞ മാതിരി ചുമ്മാ ഫേക്ക് ചെയ്തോ മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെയാണ് ഇപ്പോൾ ഐഫോണിന്റെ ഫാക്ടറിയിൽ അങ്ങനെയാണ് വിചാരിക്കും. ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീനിലോട്ട് ബാറ്ററിയും അതേമാതിരി നമ്മളെ ഡിസ്പ്ലേ ഇതെല്ലാം കൂടി കൊടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ iPhone 16 Pro പുറത്തേക്ക് വരും. അങ്ങനെ വിചാരിച്ചോളൂ നിങ്ങൾ. അപ്പൊ ആ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് ആണ് ക്ലാസ്. അതിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക കൊടുന്നിടുന്നു, എന്താ പറയുക ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് വിളിക്കുന്നു. അപ്പൊ ഓരോ ഫോൺ ഇങ്ങനെ വരുന്നു. അപ്പൊ ക്ലാസ് എന്താണ്? ആ അച്ച്, ആ ഒരു എന്താ പറയുക ബോക്സ്, ആ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ബ്ലൂ പ്രിന്റ്, ഈ സംഭവം ഒരു ഡിസൈൻ എന്തും പറയാം. ആ സാധനത്തിൽ കൂടി നമുക്ക് എന്താ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഒബ്ജക്റ്റ്. ചുരുക്കി പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒബ്ജക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000, 2 ലക്ഷം, 10 ലക്ഷം, 1000 കോടി എത്ര വേണമെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലേ? അപ്പൊ ഇതാണ് ക്ലാസ്. ഈ ക്ലാസിന്റെ ഉള്ളിൽ നമുക്കിപ്പോ നമ്മൾ എന്താ പറയാ നമ്മളെ കീട് വയൽ ലൂപ്പിലും ഫംഗ്ഷൻസിൽ നമ്മൾ പറഞ്ഞു ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാം, ഡിക്ഷണറി ഉപയോഗിക്കാനൊക്കെ. അതുപോലെ തന്നെ ഈ ക്ലാസിന്റെ ഉള്ളിൽ നമുക്ക് ഫംഗ്ഷൻസ് ഉപയോഗിക്കാം, ഫോർ ലൂപ്പ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അത് നമ്മളെ ഇഷ്ടമാണ്. വേരിയബിൾ ഉപയോഗിക്കാം, KWX ഉപയോഗിക്കാം, ആർക്സ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ എന്തായി ക്ലാസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഡിസൈൻ അല്ലാണ്ട് ആ ഒരു സ്ട്രക്ചറാണ്.
അതിന് എത്ര വേണമെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. എത്ര നോട്ട് വേണമെങ്കിൽ പുറത്തെടുക്കാം, എത്ര ഐഫോൺ വേണമെങ്കിൽ പുറത്തെടുക്കാം. ആ സംഭവങ്ങൾ, ആ വാല്യൂ, ആ തിങ്സ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് നോക്കുക. ക്ലാസ് ഈസ് ലൈക്ക് ബ്ലൂപ്രിന്റ് ഡിസൈൻ. പിന്നെ സ്റ്റുഡന്റ് ഹാവ് എൻ, അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജിൽ ഒരു എന്താ പറയാ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ ഉള്ളിൽ ഇതൊക്കെ ചുമ്മാ പറയണം. ആ ബോക്സിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത് നെയിം, ഏജ്, ഗ്രേഡിനൊക്കെ. അപ്പൊ ഏതെങ്കിലും ടീച്ചർ വന്നുകൊണ്ട് പറയാണ്, ഓക്കെ സലീമിന് 25 വയസ്സുള്ള സലീമിന് ബി ഗ്രേഡ് അറിയണ്ടായി കട്ടെന്ന് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് കൊണ്ട് കൊടുക്കും, ഒരു ഒബ്ജക്റ്റ് കൊണ്ട് കൊടുക്കും. അപ്പൊ ആ സലീമിന്റെ ഡാറ്റ അതിലുണ്ടാവും. അതേമാതിരി ഇനിയിപ്പോ സക്കീർ, അബു, ഫസൽ ആർക്കുള്ളത് വേണമെങ്കിലും വേറെ ടീച്ചർമാർക്ക് ആർക്ക് വന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാണ് കൊണ്ടുപോവാം. അപ്പൊ അതാണ് ആ ഒരു ബ്ലൂ പ്രിന്റ് ആണത്. ഇതൊക്കെ എന്താ മനസ്സിലായിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര റിയൽ ലൈഫ് ടച്ച് ചെയ്ത് കാണുന്ന ഒരു എക്സാംസ് ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസിന്റെ ഒരു എക്സാ സിൻടാക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡഫ് ഫംഗ്ഷൻ ഉപയോഗിക്കണം, വയൽ, ഈഫ് ഇതൊക്കെ പറഞ്ഞ മാതിരി ക്ലാസ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കീവേഡ് ആണ് ഫസ്റ്റില് ക്ലാസ്, CLASS. അത് അങ്ങനെ തന്നെയാണ്, മാറ്റില്ല. അത് ഡിഫൈൻഡ് ബൈ പൈത്തൺ. പിന്നെ അതിന് ശേഷം കാണുന്നത് ഇപ്പൊ നമ്മൾ എല്ലാത്തിലും പറയുന്നുണ്ട് ഒരു നെയിം, ഫംഗ്ഷൻ ഒരു നെയിം എന്ന് പറഞ്ഞ മാതിരി ക്ലാസ്സിന് ഒരു നെയിം കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും പേര് കൊടുക്കുക. അവിടെ ഫോർമാറ്റ്, നമ്പർ, അല്ലാണ്ട് എന്താ പറയാ ക്രിയേറ്റ് ഫോൺ, ക്രിയേറ്റ്, മേക്ക് നോട്ട്, എന്ത് വേണമെങ്കിലും കൊടുക്കുക. അപ്പൊ ആ ക്ലാസ്സിന് ഒരു മീനിങ് ആയ നെയിം കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, വേരിയബിൾസ് എന്ന് പറയാം. അപ്പൊ ക്ലാസ്സിന് നമ്മൾ പറയുമ്പോൾ വേരിയബിൾസ് പറയാം, ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതേപോലെ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഫംഗ്ഷനും മെത്തേഡ് എന്താണ് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ടാവില്ലായിരിക്കും. നമ്മൾ ഒരേമാതിരി രണ്ടിനും പറയുന്നുണ്ട്. അപ്പൊ ഒരു ക്ലാസ്സിന്റെ ഉള്ളിൽ എഴുതിയ ഫംഗ്ഷൻസിന് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ ക്ലാസ്സിന്റെ ഉള്ളിലാണ് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൾഡ് ആസ് മെത്തേഡ്. ക്ലാസ്സിന്റെ പുറത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഫംഗ്ഷൻ, അത് മെത്തേഡ് അല്ല. അപ്പൊ അത്ര ഉള്ളു, വേറെ ഒന്നുമില്ല. രണ്ടും ഒന്നാണ്. പുറത്ത് നമ്മൾ ഗ്ലോബൽ ലോക്കൽ സ്കോപ്പ് പറഞ്ഞ പുറത്ത് ക്ലാസ്സിന്റെ പുറത്താണെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ, ക്ലാസ്സിന്റെ ഉള്ളിൽ ഇറ്റ്സ് എ മെത്തേഡ്. ദാറ്റ്സ് ഓൾ. നമുക്ക് പറഞ്ഞത് ക്ലാസ് കീവേഡ് ആണ്. ക്ലാസ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ, ജസ്റ്റ് മീനിങ് ഫുൾ നെയിം ആണ്. ഇൻസൈഡ് വി ക്യാൻ ഡിഫൈൻ വേരിയബിൾസ് അഥവാ ആട്രിബ്യൂട്ട്സ്, ഫംഗ്ഷൻസ് അഥവാ മെത്തേഡ്സ്. ദാറ്റ്സ് ഓൾ. ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ല ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഔട്ട്പുട്ടുകളാണ് ആ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റിയൽ തിങ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് അവിടുത്തെ കേസിൽ സ്റ്റുഡൻസിന്റെ ആക്ച്വൽ സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഒരു പുതിയ സ്റ്റുഡന്റ് വരികയാണ്. അപ്പൊ ഒരു കോളേജിന്റെ ഡാറ്റാബേസിലോട്ട് എൻ്റർ ചെയ്യാണ്. അപ്പൊ നമ്മൾ അവിടെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലോട്ട് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. കോളേജിലോട്ട് ഒരു സ്റ്റുഡന്റിന് എൻ്റർ ആയി, സ്റ്റുഡൻസ് ക്രിയേറ്റഡ്. അല്ല സ്റ്റുഡന്റ് ജനിച്ചു വരില്ല, സ്റ്റുഡന്റ് എന്ന ആ ഒരു വ്യക്തി ആ കോളേജിൽ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 10 പേര് വന്ന് 10 സ്റ്റുഡന്റ് ആയി. അപ്പൊ ഔട്ട്പുട്ട് വന്ന് സ്റ്റുഡന്റ് ആണ്. അതേമാതിരി റിയൽ ലൈഫിൽ വേറെ കേസ് പറയണമെങ്കിൽ ഇപ്പൊ നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം. ആ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര കേക്ക് ഉണ്ടാക്കില്ല അതേ റെസിപ്പി യൂസ് ചെയ്യുന്നത്. സോ ആ റെസിപ്പി നമുക്ക് ക്ലാസ്സിലും വരാം, ആ കേക്കുകൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റിനും വരാം. ഇപ്പൊ റിയൽ കേസിൽ നമ്മൾ പൈത്തണിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് ഒരു ക്ലാസ് നെയിം കൊടുത്ത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ആലോചിച്ചോളി. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് വന്നുകൊണ്ട് ആ ക്ലാസ് നെയിമിന് നമ്മൾ എപ്പോഴും പറഞ്ഞു ഫംഗ്ഷൻ, ക്ലാസ്, മെത്തേഡ് ഇതൊക്കെ നമ്മൾ വിളിക്കലല്ലേ പാരന്തിസിസ്, ഓപ്പൺ ആൻഡ് ക്ലോസ്. അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാരന്തിസിസ്. അപ്പൊ ഇവിടെ എന്താ ഈ ക്ലാസ് നെയിം നമ്മൾ ഇൻവോക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഫംഗ്ഷൻ ആണെങ്കിലും ഫംഗ്ഷൻ കോൾ ചെയ്ത ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടറിയില്ലേ, അതുപോലെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സ്റ്റോർ ചെയ്ത് വെച്ചാണ് ഒബ്ജക്ട് നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒബ്ജക്ട് നെയിമിൽ ഇപ്പോൾ ആ ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് പേരെന്തായാലും ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഒക്കെ ആ ക്ലാസ്സിലുള്ള ഡാറ്റ ഒക്കെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ആദ്യം തിയറിറ്റിക്കലി മനസ്സിലാക്കി എടുത്തിട്ട് പ്രാക്ടിക്കലി പറയുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. ദിസ് ക്രിയേറ്റ് ആൻ ഒബ്ജക്ട് ഫ്രം ക്ലാസ്. ദാറ്റ്സ് ഓൾ. എന്താണ് ക്ലാസ് എന്താണ് നമുക്ക് ഇവിടെ അറിയാം, ക്ലാസ് നെയിം. ക്ലാസ്സിനെ ഇൻവോക്ക് ചെയ്ത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾക്ക് ഒരു വേരിയബിളോട് അസൈൻ ചെയ്തേക്കും. അതാണ് അപ്പോൾ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇത് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് കണ്ട് സ്റ്റോർ ചെയ്ത് വെച്ച്. ക്ലാസ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ ഓൾറെഡി അറിയാം, അതൊരു ബ്ലൂ പ്രിന്റ് ആണ്, ഒരു ക്ലാസ് ആണ്. ബ്ലൂ പ്രിന്റ് ക്ലാസ് വി ഡിഫൈൻഡ്. നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. അവിടെ ഇപ്പോ ഫോർമാറ്റ്, മേക്കിംഗ് മണി, എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഈ പാരന്തസിസ് ഇപ്പൊ ഇതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ക്ലാസ് നെയിം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ക്ലാസ് ആണെന്നും പാരന്തസിസ് എന്ന് പറയുന്നത് കോൾ ദ ക്ലാസ്, ആ ക്ലാസ്സിനെ വിളിക്കുകയാണ്. നമ്മളിപ്പോ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരന്തസിസ് ചെയ്യുന്ന സമയത്ത് പൈത്തണോട് നമ്മൾ പറയാണ് പൈത്തൺ പ്ലീസ് ക്രിയേറ്റ് എ ന്യൂ ഒബ്ജക്ട് ഫ്രം ദ ബ്ലൂ പ്രിന്റ്. അത് ക്ലാസ് ആണെങ്കിൽ, ഫംഗ്ഷൻ ആണെങ്കിൽ റൺ ദ ഫംഗ്ഷൻ ആൻഡ് ഗിവ് മീ ദ ഔട്ട്പുട്ട്, റിട്ടേൺ ഔട്ട്പുട്ട്. അങ്ങനെ നമ്മൾ എന്താണോ അത് വേണ്ട അത് പൈത്തണോട് പറയും. അത് പൈത്തൺ അറിയാൻ കഴിയും ക്ലാസ് ആണോ ഫംഗ്ഷൻ ആണോ ഉള്ളത്. പൈത്തണിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പൈത്തൺ അറിയില്ല എന്തായാലും. ഓക്കെ,
നമുക്കൊരു റിയൽ കേസ് ചെയ്ത് നോക്കാം. നമ്മൾ ക്ലിയർ ചെയ്യാണ്. ക്ലാസ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് പ്രിന്റ് ഹലോ വെൽക്കം ടു കോളേജ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റുഡൻറ്റിനെ ഇവിടുന്ന് ഇൻവോക്ക് ചെയ്യണം, കോൾ ചെയ്യാണ്. നമ്മൾ റൺ ചെയ്തു ഹലോ വെൽക്കം ടു കോളേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ നമ്മൾ ആ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് ക്ലാസിൻ്റെ ഉള്ളിൽ വേരിയബിൾസ് ഫംഗ്ഷൻ ഏതാണ് പറഞ്ഞത്, ഡെഫ് സം. കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ചോദിച്ചാൽ മതി, എ കോമ ബി എന്നിട്ടെല്ലാം വേണ്ട, നമുക്ക് പാസ് ഇത്ര സിമ്പിളായിട്ട് പറയാം. എ കോമ ബി വേണ്ട, സമ്മിൻ്റെ ഉള്ളിൽ 1+2 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഫങ്ഷൻസ് അഥവാ മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പോ നമുക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതെന്താ പറയാ, മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതാണ്. 1×2. നമുക്കിവിടെ എക്സ് എന്ന് പറഞ്ഞാണ്ട് ഒരു 100 സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഒബ്ജക്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താ ഇപ്പോഴും വന്നത് ഹലോ വെൽക്കം ടു കോളേജ്. ഈ പറഞ്ഞ വാല്യൂസ് ഒന്നും വന്നില്ല. ഇതിലൂടെ ഈ പ്രിന്റ് ചെയ്തത് വന്നില്ല, ഈ പ്രിന്റ് ചെയ്തത് വന്നില്ല, പക്ഷെ ഈ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ളിൽ നമുക്ക് ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഔട്ട് സൈഡിൽ ഒരു പ്രിന്റ് കൊടുത്താൽ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷന് മെത്തേഡ്സ് ആട്രിബ്യൂട്ട് ഇത് റിലേറ്റഡ് അല്ലാതെ നമ്മൾ ഒരു പ്രിന്റ് ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഫംഗ്ഷന്റെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥ ക്ലാസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ഒന്ന് ക്രിയേറ്റ് നമ്മളൊരു ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ഇതിലുള്ള കോഡെല്ലാം പൈത്തൺ എടുക്കുന്നുണ്ടല്ലോ, പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നടക്കുന്നുള്ളൂ. അപ്പൊ ഈ സമയത്ത് തന്നെ ഈ പ്രിന്റ് വർക്കാവും. അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രിന്റ് ബിഫോർ ക്ലാസ് got ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നുള്ളതാണിത്. ആഫ്റ്റർ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇത് പ്രിന്റ് ചെയ്യും, കാരണം ഗ്ലോബലിലുള്ളതാണ്. ഈ ക്ലാസ് നമ്മളെ പൈത്തണിന്റെ സ്ക്രിപ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഒരു എന്താ പറയുക, ഈ ക്ലാസ്സിന് നമ്മൾ പൈത്തണിലൂടെ സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലാതെ നമ്മളിത് ഇവിടെ ഇങ്ങനെ വെക്കുകയല്ലോ. അപ്പൊ ഈ കോഡ് സ്റ്റോർ ചെയ്യപ്പെടാതെ കോൾ ചെയ്യപ്പെടുന്ന സമയത്ത് അപ്പൊ ഇതിനെന്ത് ചെയ്യും, ഇതിനൊന്നും യാതൊരു പ്രിന്റ് ഫംഗ്ഷൻ വർക്ക് ആവില്ല, ഇതിന്റെ പുറത്തുള്ള മാത്രം വർക്ക് ആവും. നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യപ്പെടണം നമ്മളെ കോഡിന്റെ ഉള്ളിൽ. അപ്പൊ അതെന്താ, ഫസ്റ്റ് ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ പൈത്തൺ എന്താ അതിനെ മൊത്തം ഇങ്ങോട്ട് എടുക്കും. അപ്പൊ എടുക്കുന്ന സമയത്ത് അതിലൊരു പ്രിന്റ് ഫംഗ്ഷൻ കണ്ട് അത് പ്രിന്റ് ചെയ്യും. കാരണം എന്താ, അതിനോട് അത് പ്രത്യേകിച്ച് എടുത്തു വെക്കാൻ വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻസ് ആട്രിബ്യൂട്ട് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണം നോക്കുക. ആദ്യം ബിഫോർ ക്ലാസ് ഗോട്ട് ഇനീഷ്യേറ്റഡ്, അതിനുശേഷം ഈ ക്ലാസ് അതായത് ലൈൻ ബൈ ലൈൻ ആണ് പൈത്തൺ പറയുന്നത്. ആദ്യം ലൈൻ വർക്കായി, പിന്നെ ഇവിടെ ഒന്നുമില്ല, പിന്നെ ഇത് വർക്കായപ്പോൾ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും പൈത്തൺ എന്ത് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പുറത്തിട്ട സാധനം മാത്രം അത് പ്രിന്റ് ചെയ്യും. പിന്നെ ഇത് പ്രിന്റ് ചെയ്ത് ആഫ്റ്റർ ക്ലാസ് ഗോട്ട് ഇനീഷ്യേറ്റഡ്, പിന്നെ ഈ ഒബ്ജക്റ്റ് കോൾ ചെയ്ത് അതിനുശേഷം ഇത് പ്രിന്റ് ചെയ്ത്. അപ്പൊ ആക്ച്വലി ഈ ഒബ്ജക്റ്റ് കോൾ ചെയ്തതുകൊണ്ടല്ല ഈ പ്രിന്റ് വർക്ക് ചെയ്ത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താ മനസ്സിലാക്കേണ്ടത്, ഈ ഒബ്ജക്റ്റ് കോൾ ചെയ്തതുകൊണ്ടല്ല ഈ പ്രിന്റ് വർക്കായത്. അത് ഈ ക്ലാസ് എന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ പൈത്തൺ അത് സ്ക്രിപ്റ്റ് കോൾ ചെയ്തപ്പോൾ ക്ലാസ് പൈത്തൺ എടുത്തുകാണ്ട് പൈത്തണിന്റെ മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചപ്പോൾ തന്നെ പൈത്തൺ എന്താ ചെയ്യുക, ക്ലാസിന്റെ
എന്തെങ്കിലും മെത്തേഡ്സും വേരിയബിൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കും. അതിൽ ഔട്ട് സൈഡിൽ ഇതിനൊന്നും ഇമ്പാക്ട് ചെയ്യാതെ ഒരു പ്രിന്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്തു. അതായത് ആ ക്ലാസ്സിനെ റൺ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് അങ്ങനെ നിങ്ങൾ ക്ലാസ്സിനെ ഒരു മനസ്സിലാക്കി എടുക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് ഈ സ്റ്റുഡന്റ് ഉണ്ടല്ലോ, ഇതിനവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ അസൈൻ ചെയ്തിട്ട് നമ്മളെ ഒബ്ജക്റ്റ് ഇതിന് നമ്മൾ എന്ത് ഇവിടെ സമ്മ് പ്രിന്റ് ചെയ്യുക, റൺ ചെയ്യാണ്. എന്താണ് നോക്കണേ, ഫസ്റ്റ് ഇത് പ്രിന്റ് ആയി, അതിനുശേഷം ക്ലാസ് കോൾ ചെയ്യപ്പെട്ട് അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ആഫ്റ്റർ ക്ലാസ് പോർട്ട് ഇനീഷ്യേറ്റഡ്, പിന്നെ 3 എന്താ എക്സ് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിനെ ഞാൻ എന്ത് കോൾ ചെയ്ത് അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ എക്സിൽ സ്റ്റോർ ചെയ്ത്, എന്നിട്ട് എക്സ് ഡോട്ട് സമ്മ് എക്സ് നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ്സിലുള്ള എല്ലാത്തിനും ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ എക്സ് ഡോട്ട് സമ്മ് എന്ന് പറയുന്നത്, സമ്മ് എന്താ ഇവിടെ ഒരു സമ്മ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി പാരന്തസിസ് ഉപയോഗിച്ചു. അപ്പൊ ഈ ഫംഗ്ഷൻ ഈ മെത്തേഡ് കോൾ ചെയ്യപ്പെട്ടപ്പോ മെത്തേഡ് എന്താ പറഞ്ഞു 1 2 കൂട്ടിയാണ് പ്രിന്റ് ചെയ്ത ആളാണ്, അപ്പൊ അത് 3 പ്രിന്റ് ചെയ്ത്. ഇനി ഇതേ സംഭവം ഞാൻ എക്സ് ഡോട്ട് മൾട്ടിനർ കോൾ ചെയ്ത് കഴിഞ്ഞാലോ ഒരു അതിന്റെ കൂടെ അതും കൂടി വരും, 1 × 2 2 വരും. അപ്പൊ ഇത് രണ്ടും പ്രിന്റ് ആയി, അതിനുശേഷം ഇത് പ്രിന്റ് ആയി. അപ്പൊ ഇതിവിടെ ഈ ഫസ്റ്റിലെ പ്രിന്റ് വെൽക്കം എന്ന് പറയുന്നത് ഈ ക്ലാസ്സിന് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്താൽ അപ്പൊ ഒരു വെൽക്കം ചെയ്യുന്ന ഒരു മെസ്സേജ് അത്ര എടുത്താൽ മതി. പിന്നെ ഡാറ്റ ഇനീഷ്യേറ്റുള്ള ഒരു ഒബ്ജക്റ്റുകളൊക്കെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആക്ച്വലി ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത് ജനറൽ കേസിൽ ഈ ക്ലാസ് ആണ് കോൾ ചെയ്യപ്പെട്ടിരിക്കണമെങ്കിൽ എന്താ പറയുക അങ്ങനെ വരുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുക. നോർമലി നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, നമ്മൾ ക്ലാസ്സിനുള്ളിൽ കൂടുതൽ ഫംഗ്ഷൻസും വേരിയബിൾസ് ഒക്കെ വെച്ചാണ് ഡീൽ ചെയ്യാറ്. അപ്പൊ ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് തിയററ്റിക്കലി നോക്കാം. ഇപ്പോൾ ബ്ലൂ പ്രിന്റ് ഫോർ മേക്കിംഗ് എ ഫോൺ. അപ്പൊ നമുക്കൊരു ഫോൺ ക്രിയേറ്റ് ചെയ്യണം, അതിന് മോഡലും പ്രൈസും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, കോൾ ചെയ്യപ്പെടുമ്പോൾ ഇതാണ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാല് ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഐഫോൺ 15 799 സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ലെവലിൽ നമുക്ക് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പർ ആവില്ല. ഇപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം കാലം ഞാൻ ഹോൾഡ് ചെയ്യണം, കൺഫ്യൂഷൻ ആണ്. മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഐഫോണിന് കൊടുത്ത് പ്രൈസ് ഒരു 1 lakh എടുത്ത് ഇപ്പം എന്താ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമുക്ക് തൽക്കാലം ഇത് ഒഴിവാക്കാം, ഇത് 3 ഒഴിവാക്കാം. എന്താണ്ടാവും, ആദ്യം ക്ലാസ് ഇനീഷ്യേറ്റ് ചെയ്തു, ആഫ്റ്റർ ക്ലാസ് ഇനീഷ്യേറ്റ് ചെയ്തു, ഇത് കാരണം ഇതിൽ നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടില്ല. പ്രിന്റ് മാത്രമേ നമ്മളവിടെ കാണിച്ചു തരുള്ളൂ. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എന്ന് പറഞ്ഞ എന്താ പറയുക സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഡാറ്റക്ക് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്തു, ഈ സ്റ്റുഡന്റിനെ വിളിക്കുകയാണ്. സ്റ്റുഡന്റിനെ വിളിക്കുകയാണ്. സ്റ്റുഡന്റിനെ വിളിച്ചിട്ട് എക്സ് ഡോട്ട് സ്റ്റോർ ചെയ്തു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സിനെ വേണം പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതൊരു ഒബ്ജക്റ്റ് ആണ് മനസ്സിലാവും, ഒബ്ജക്റ്റ് ആണ് മനസ്സിലാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിന്റെ മോഡൽ എടുത്ത് നോക്കാം. ഇത് വേരിയബിൾ ആണ്, ആട്രിബ്യൂട്ട് ആണ്, ഇതിന് ഫംഗ്ഷൻ കോൾ വേണ്ട, ഐഫോൺ ആണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. പ്രൈസ് എത്ര വരുന്നത്? ഓക്കെ, നമുക്ക് നമ്മൾ നോർമലി എഴുതുന്ന മാതിരി ഇത് അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ, അതല്ല. അങ്ങനെ വന്നിട്ട് അപ്പിൾസ് ആയിട്ട് വരും, കോമ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വേണമെന്ന് സെർച്ച് ചെയ്ത് കഴിക്കും. ഇപ്പൊ അതൊരു ബഗ് മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊടുത്തുകാണ്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൈത്തൺ അതിനെ ഇങ്ങനെ കണക്കാക്കും. ഇവിടെ അല്ല, ഇവിടെ ജസ്റ്റ് വേണമെന്ന് സെർച്ച് ചെയ്ത് കഴിക്കും എന്താ സംഭവം. അപ്പൊ എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം അത് ജസ്റ്റ് ഒരു വാല്യൂ ആണ്, 1,50,000. ഇത് തൽക്കാലം ഞാൻ ഈ ടെക്സ്റ്റുകൾ ഇവിടുന്ന് മാറ്റിയാണ്. കൺഫ്യൂഷന് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്ന്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് അല്ല, ഫോൺ മേക്ക് ഫോൺ ആണ് ഇതിൻ്റെ എന്താ പറയുക ക്ലാസ് നെയിം.
മേക്ക് ഫോൺ വിളിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഫോൺ ഉണ്ടാക്കി. ഇനി ഇതേ ഒരു ഫോണിൻ്റെ ഡിസൈനും ബ്ലൂ പ്രിന്റ് വെച്ച് ഞാൻ ഒരുപാട് ഫോൺ ഉണ്ടാക്കണം വിചാരിച്ചു. എന്താ ഉണ്ടാവുക നമുക്ക് എല്ലാത്തിലും ഇത് പ്രശ്നം എന്താ വേറെ ഒന്നുമില്ല, നമ്മളെല്ലാത്തിലും മോഡലാണ് പ്രിന്റ് ചെയ്ത് ആ ഒരു പ്രശ്നമുള്ളൂ. എല്ലാത്തിലും പോയിട്ട് മോഡൽ പ്രിന്റ് പ്രൈസ് ആയി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ എന്താ ഐഫോൺ 15,000 1,50,000 ഐഫോൺ 1,50,000 അങ്ങനെ ഒരുപാട് ഓരോ ഐഫോൺ ഉണ്ടായി വരികയാണ്. ആലോചിച്ച് നോക്കാണ്, ഇങ്ങനെ ഐഫോൺ ഉണ്ടായി വരികയാണ്. കുറേ ഐഫോൺ ഉണ്ടാക്കി. എത്ര ഐഫോൺ വേണമെങ്കിൽ ഉണ്ടാക്കാറിനാല് ഇത് വെച്ചാണ്ട് ഒറ്റ ക്ലാസ് വെച്ചാണ്ട് നമ്മളിവിടെ ഇങ്ങനെ കോൾ ചെയ്താണ്ട് ഐഫോൺ ഉണ്ടാക്കി. അപ്പൊ അത് ക്ലിയർ ആയില്ല നിങ്ങൾക്ക്. അതാണ് നമ്മളെ ബ്ലൂ പ്രിന്റ് ആണ്. ഇത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ കോൾ ചെയ്ത് കുറേ ഐഫോൺ ഉണ്ടാക്കാൻ പറ്റും. മൊബൈൽ ക്ലാസ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഫോർ മേക്കിംഗ് മൊബൈൽ ഫോൺ. ഇറ്റ്സ് എവറി ടൈം നമ്മൾ എന്താ പറയാ, നമ്മൾ ഈ ഒരു അടിയത്തുണ്ടല്ലോ മൊബൈൽ ഈ ഒരു സാധനം കോൾ ചെയ്യുമ്പോൾ മെത്തേഡ് ഇവിടെ നമ്മൾ ക്ലാസ്സിൽ മൊബൈലാണ് കൊടുത്തത്. മൊബൈൽ കോൾ ചെയ്യുമ്പോൾ എവറി ഫോൺ മെയ്ഡ് ഫ്രം ദ ബ്ലൂ പ്രിന്റ് വിൽ ബി ആൻ ഐഫോൺ 15. ആ കോസ്റ്റ് ആ പ്രൈസും ഉണ്ടാവും. അതാണ് നമ്മൾ ഔട്ട്പുട്ടിൽ ഈ M1 പറഞ്ഞു M2 പറഞ്ഞാലും അതിന്റെ പ്രൈസും മോഡലും ഉണ്ടാവും. ഇതിപ്പോ നമ്മൾ എന്താ പറയാ, ഒരു മൊബൈൽ ഫാക്ടറിയുടെ കേസിൽ ഇങ്ങനെ എന്താ പറയാ, ക്ലാസ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫാക്ടറിന്റെ ഡിസൈൻ ബ്ലൂ പ്രിന്റ് ആണ്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 15 ഉണ്ടാവാനുള്ള ഒരു സെറ്റപ്പ് ആണ്. അതേമാതിരി അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, കുറെ എന്താ ഒബ്ജക്റ്റ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ ഓരോ മൊബൈൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മൂവിന്റെ ഫയല് നമ്മളെ സിസ്റ്റത്തിലുണ്ട്. അത് നമുക്കൊരു 5 ഡ്രൈവിലോട്ട് മാറ്റണം. അപ്പൊ അങ്ങനെയാണ് ലോജിക്കലി ചിന്തിച്ചാൽ മതി. നമ്മളെ ഒരു ഡ്രൈവിലുള്ള ഒരു മൂവി 5 ഡ്രൈവിലോട്ട് മാറ്റാൻ പോകും. അപ്പൊ നമ്മൾ ഈ ഡ്രൈവിലുള്ള ഈ മൂവി ഫയൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ക്ലാസ് മൂവി കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് മൂവി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ നമ്മളെ പേരും സൈസും ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രൈവിന്റെ ഉള്ളിൽ ഇന്ന സാധനം ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിന് പോയിട്ട് മൂവി പാരന്തസിസും കോപ്പി ചെയ്ത് വായിക്കണം. മൂവി പാരന്തസിസ് വെച്ച് കോൾ ചെയ്തുകൊണ്ട് ഡ്രൈവ് ഡിയിലോട്ടിട്ട്, അതേമാതിരി ഡ്രൈവ് ഇയിലോട്ട്, ഡ്രൈവ് എഫിലോട്ടിട്ട്. അപ്പൊ എന്താ ഡ്രൈവ് ഡിയിലും ഇപ്പൊ നെയിമും സൈസും നോക്കിയാൽ ആ ഡീറ്റെയിൽസ് കിട്ടും, ഇയിലും കിട്ടും, എഫിലും കിട്ടും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ അതിന്റെ കോപ്പി ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാണ്ട് അങ്ങനെ സ്ഥലത്ത് എടുത്തു വെച്ച് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ മൂവി നമുക്ക് പല സ്ഥലത്തും കോപ്പി ചെയ്ത് കൊണ്ടുപോയിരിക്കുന്ന ഒരു പരിപാടി. ഒക്കെ ഞാൻ ചുമ്മാ അങ്ങനെ ഒരു ലോജിക്കലി റിയൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് പറയാൻ വേണ്ടി ഉണ്ടാക്കിയതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ സംഭവമാണ്. കൺസ്ട്രക്ടർ മനസ്സിലാക്കിയതിനു ശേഷം വേണം നമുക്ക് സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടല്ലോ അതും, പിന്നെ ഈ കാണുന്ന ഇനീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷനാണ്. അപ്പൊ ഈ ഫംഗ്ഷന് നമ്മൾ 2 അണ്ടർസ്കോർ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇത് ഞാൻ ഈ ടോപ്പിക് ഞാൻ എടുക്കുന്നില്ല. ഡബിൾ അണ്ടർസ്കോർ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും വരുന്ന ഫംഗ്ഷൻസ് എന്താണ്, മെത്തേഡ് എന്താണെന്ന് റിസർച്ച് ചെയ്ത് നോക്കി. വലിയ സംഭവം ഒന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യം വന്നാൽ പറയാൻ നമുക്ക്. പിന്നെ എന്തായാലും നമ്മൾ ഊപ്സ് പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയുന്നതാണ്. പ്രൊജക്ട് ഡിപ്പെൻഡ് ചെയ്ത് പറയണം. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടർ പഠിക്കുകയാണ്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാരണം എന്താ, ഈ ഇനീറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ കൺസ്ട്രക്ടർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ കൺസ്ട്രക്ടർ എന്തായാലും ഒരു ഫംഗ്ഷൻ മെത്തേഡ് ആണെന്ന് മനസ്സിലായില്ലേ. അത് നമ്മൾ എഴുതുന്നത് ക്ലാസിന്റെ ഉള്ളിലാണ്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ക്ലാസ്, ഞാൻ പറഞ്ഞു ക്ലാസ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രിന്റിൽ നമ്മൾ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ ആ ക്ലാസിന്റെ ഉള്ളിൽ എല്ലാ ഡാറ്റ അങ്ങോട്ട് എടുത്ത്, എന്നിട്ട് എന്ത് ചെയ്ത് എല്ലാ ഡാറ്റ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പൈത്തന്റെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അവിടെ പ്രിന്റ് കണ്ടു കഴിഞ്ഞാൽ നേരെ പ്രിന്റ് ചെയ്യുകയും ചെയ്യും. മറ്റേത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എപ്പോഴൊക്കെ പൈത്തൺ റൺ ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ഈ ക്ലാസ് റൺ ചെയ്യണം. അപ്പൊ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിള് ഞാൻ ഒഴിവാക്കണം. നമ്മൾ എന്ത് ചെയ്തു, ഈ മേക്ക് ഫോൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഈ ഫംഗ്ഷനെ ഈ ക്ലാസ്സിൽ നമ്മൾ കോൾ ചെയ്യാണ് ഇത് ഉപയോഗിച്ചാണ്ട്. അപ്പൊ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ നടക്കണമെന്ന് പറയണം. അപ്പൊ എന്താണ് അത്, ഡഫ് നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്യാറില്ല, അത് വേറെയാണ്. ഇനീറ്റ് എന്ന് കൊടുത്തിട്ട് ഇതിൽ സെൽഫ് നമ്മൾ പറഞ്ഞു എന്ത് മെത്തേഡ് നമ്മൾ അതിനോട് സെൽഫ് കൊടുക്കണമെന്ന് ഞാൻ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു. തൽക്കാലം സെൽഫ് കൊടുക്കി. വേണ്ടങ്ങള് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ പ്രിന്റ് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ
വിളിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ സാധനം പെടുന്ന ഒഴിവാക്കുക. ഒന്ന് എക്സിക്യൂട്ട് ആയില്ല. ഇവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇറ്റ്സെൽഫ് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അത് സ്റ്റോർ ചെയ്യും, പ്രിന്റ് കണ്ട ഔട്ട്പുട്ട് അടിക്കും. പക്ഷെ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ പക്ഷെ ഓക്കെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് തൽക്കാലം നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഈ മേക്ക് ഫോൺ എന്ന് പറഞ്ഞ് നമ്മൾ കോൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ എക്സിലോട്ട് സ്റ്റോർ ചെയ്യണം. ഇനി അതേമാതിരി മേക്ക് ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈയിലോട്ടും വൈ സെഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ 3 വട്ടം കോൾ ചെയ്തില്ലേ? അപ്പൊ 3 വട്ടം പ്രിന്റ് ചെയ്യണ്ടേ അല്ലേ? 3 വട്ടം പ്രിന്റ് ചെയ്യണ്ട. റൺ ചെയ്ത് നോക്കുക. 1 വട്ടം പ്രിന്റ്. എന്തായാലോ ഈ പ്രിന്റ് എന്ന പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നമ്മോട് പറയും ഈ പ്രിന്റ് എന്നത് ഹലോ എന്ന് പറഞ്ഞ സംഭവങ്ങൾ പുറത്താണ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫംഗ്ഷന്റെ ഉള്ളിലോ വേരിയബിളോ അല്ല, പുറത്താണ് എഴുതിയിരിക്കുന്നത്. വേരിയബിൾ അല്ല, ഫംഗ്ഷന്റെ ഉള്ളിലല്ല എഴുതിയിരിക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തല്ല അത് പ്രിന്റ് ആയിരിക്കണത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തതിന്റെ എല്ലാം പ്രിന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്താണ് പ്രിന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് വന്ന് നോക്ക്. നമ്മൾ 3 വട്ടം വിളിക്കാൻ പോകണം. 3 വട്ടം വിളിക്കണം, 3 വട്ടം പ്രിന്റ് ആവണം. എന്തായി? 3 വട്ടം പ്രിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ക്ലാസ്സിൽ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനിയിട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എഴുതി വെക്കണം. സിമ്പിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിന്റ് ആവണമെങ്കിൽ അത് നിങ്ങൾ ചുമ്മാ പ്രിന്റ് എന്ന് പറഞ്ഞ് പുറത്തു കൊടുത്താൽ മതി. പക്ഷെ നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഓരോ ഫോണും ഉണ്ടാക്കുമ്പോൾ ഫോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ഫോൺ മേക്ക് ചെയ്ത് എന്നുള്ള ഒരു കമന്റ് ഓരോ ഒബ്ജക്റ്റിനും വരണം. ഇവിടെ പുറത്ത് ഇവിടെ പ്രിന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അത് ജസ്റ്റ് ക്ലാസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എന്താ? ഓരോ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയണം യെസ് ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് ഡൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഇറ്റ് ഈസ് ഡൺ, രണ്ടാമത്തെ ഉണ്ടാക്കി ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഡൺ. അപ്പൊ അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഓരോ ഒബ്ജക്റ്റ് കോളിലും നിങ്ങൾക്ക് സംതിങ് ഹാപ്പനിങ് ഉണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കാനുണ്ടെങ്കിൽ ടഫ് ഇനീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക ക്ലാസിന്റെ ഉള്ളിൽ. ഇത് കൊടുക്കുക. ചുമ്മാ എന്തെങ്കിലും നിങ്ങൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമോ നോക്കുക. നടക്കൂല. ഇറ്റ്സ് എ റൂൾ. എന്താ പറയാ, ഇങ്ങനെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഡബിൾ അണ്ടർസ്കോർ സ്റ്റാർട്ടിങ്ങിലും ഡബിൾ അണ്ടർസ്കോർ എൻഡിങ്ങിലും ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു സംഭവം പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഫംഗ്ഷൻ നിങ്ങളെ ക്ലാസിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി സംഭവിക്കാനുണ്ടെങ്കിൽ. ഇനി ഞാൻ പറയണേ, നമുക്ക് ഈ സെൽഫും ഇപ്പോൾ കൺസ്ട്രക്ടർ നമ്മൾ നോക്കി. അപ്പോൾ ഒരു ലോജിക്കലി പറയുകയാണെങ്കിൽ പോസിബിൾ ആണോ ചോദിച്ചാൽ പോസിബിൾ ആയുള്ള കാര്യം തന്നെ, നടക്കുന്ന കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളത് വേറെ ലെവലിൽ എടുക്കണ്ട. ഇപ്പൊ ഒരു മനുഷ്യന് എന്താ പറയാ, അപ്പോൾ ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഒരു കുട്ടിയായിക്കാണ്ട് ജനിക്കുന്ന സമയത്ത് നമുക്ക് കൈയും കാലും നമുക്ക് വേണ്ട ബോഡി പാർട്സ് ഒക്കെ ദൈവം തരികയാണ്. അല്ലാതെ ജനിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് കൈ തരിക, കാല് തരിക, മുക്ക് തരിക, അങ്ങനെയല്ലല്ലോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ക്ലാസ്സിലോട്ട് എന്തെങ്കിലുമൊക്കെ ഡാറ്റ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പ്രിന്റ് ചെയ്യണം. അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്ത സെയിം പർപ്പസ് ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ് ഡാറ്റ പാസ് ചെയ്യാണ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്ത് ഓട്ടോമാറ്റിക് പ്രിന്റ് ചെയ്യും. ഇനി നമുക്കൊരു ക്ലാസ്സിലോട്ട് ഡാറ്റ പാസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഡാറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിലോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്താം. നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമില്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഇനീഷ്യലി കോൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇതാണ് നമ്മളെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലോട്ടാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നടക്കുന്ന കാര്യങ്ങൾ എഴുതുന്നത്. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു വാല്യൂ പാസ് ചെയ്യണം 12. തൽക്കാലം ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കണം. അപ്പൊ ഞാൻ റൺ ചെയ്താൽ എന്താ വരുന്നത്, മേക്ക് ഫോൺ ഇനി ടേക്ക് 1 പൊസിഷണൽ ആർഗ്യുമെന്റ് ബട്ട് 2 were given. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടേക്ക് 1 പൊസിഷണൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഇനീഡ് ഫംഗ്ഷൻ എടുക്കുന്ന ഫസ്റ്റ് പൊസിഷൻ എപ്പോഴും സെൽഫ് ആയിരിക്കും. അത് ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഒന്നെന്ന് പറയുന്നത് സെൽഫാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ ഇത് ഇങ്ങനെ കൊടുക്കുന്ന പോലെയാണ്. ഇപ്പൊ സെൽഫ് ഒന്നാണ്.
രണ്ടാമത്തത് ഏതാണ് ഉള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തത് നമ്മൾ 12 കൊടുത്തു, പക്ഷെ നമ്മൾ ഇവിടെ 2 കൊടുത്തില്ലല്ലോ. സോ നമ്മൾ ഇവിടെ എന്തെങ്കിലും എ എന്ന് കൊടുക്കണം. ഇപ്പൊ നമ്മൾ റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊക്കെ റൂൾസ് ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇനീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്ത് റൂൾസ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇച്ചിരി എന്താ പറയാ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയാണ് പോയിക്കോളും. പിന്നെ അത് ഇതൊന്നും എന്താ വന്നെന്ന് ആലോചിക്കണ്ട. ഈ ഇനീറ്റ് ഫംഗ്ഷന് ഫസ്റ്റ് പാരഗ്രാമിൽ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എപ്പോഴും നമ്മളൊരു ഒബ്ജക്റ്റിന് പോകുമ്പോൾ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് സെൽഫാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒബ്ജക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇത് ഇവിടെ കോൾ ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റിനാണ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഫസ്റ്റിലാണ് പാസ് ചെയ്ത് നോക്കുമ്പോൾ സെൽഫ് വന്ന്, ഇനി സെൽഫും കോമ അതിനുശേഷം ഒരു 12 വന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ എ 12 നമുക്ക് ഇവിടെ എല്ലായിടത്തും ഫെച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഏത് എ ആണ് പറയുന്നത്. ഇവിടെ പ്രിന്റ് ചെയ്യരുത്. ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഗ്ലോബലി ഉള്ള എറർ അടിക്കാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് വേറൊരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഗ്ലോബലി അല്ല ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു സം എന്നൊരു ഫംഗ്ഷൻ കൊടുത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ ഒന്നും തൽക്കാലം എടുക്കുന്നില്ല, പ്രിന്റ് എ കൊടുത്ത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് മസ്റ്റ് ആണ്. കാരണം നമ്മൾ ഫംഗ്ഷൻ മെത്തേഡ് എഴുതുമ്പോൾ സെൽഫ് ഫസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്ന വേണം. ഇനി റൺ ചെയ്ത് നോക്കുക. ഇപ്പൊ എന്തായി, ഈ ഹലോ പ്രിന്റ് ആയി. ഇപ്പൊ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഹലോ പ്രിന്റ് ആയി. പക്ഷെ ഈ സമ്മ് നമ്മൾ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നത്, സമ്മ് കോൾ ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പ്രിന്റ് ആവാഞ്ഞത്. ഇനി നമുക്ക് ഈ സമ്മ് ഒന്ന് കോൾ ചെയ്ത് നോക്കുക. എക്സ് ഡോട്ട് സമ്മ് കോൾ ചെയ്ത് നോക്കുക. എന്താ ഉണ്ടാകാണ്, എറർ അടിച്ച്. എന്താ, നെയിം എ ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പൊ നമ്മൾ ചിന്തിക്കും എന്ത് എ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, എവിടെ പാസ് ചെയ്തിട്ടുണ്ടതാ 12 പാസ് ചെയ്ത്, ഇവിടെ റിസീവ് ചെയ്ത്, ഇവിടെ ഒക്കെ കിട്ടണ്ടേ. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് വീണ്ടും വേണ്ടത് കേട്ടൊക്കെ മനസ്സിലായില്ലെങ്കിൽ എന്താ വെച്ചാല് സെൽഫ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾ പാസ് ചെയ്തത് ഒരു വാല്യൂ ആണ് ആ ഒബ്ജക്റ്റിലോട്ട്. ഇനി നമ്മൾ പൈത്തനോട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. പൈത്തൺ ഈ ക്ലാസ്സിൽ സെൽഫും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ സെൽഫിലോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കണം. അത് നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഏത് ഈ ഇനീറ്റിന്റെ ഉള്ളിൽ നിന്ന് സെൽഫ് ഡോട്ട് എ. നമ്മൾ വെറും എ അല്ല, സെൽഫാണെങ്കിൽ എല്ലായിടത്തും നമുക്കൊക്കെ ഇവിടെ സെൽഫാണ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പോയിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, മൾട്ട്. ഇവിടെ സെൽഫാണല്ലോ, നമുക്ക് വാല്യൂ അല്ല. പിന്നെ നമ്മൾ ഇവിടെ വേറെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ പാസ് ചെയ്യണം. അതല്ല നമ്മളിപ്പോ നോക്കുന്നത്. അത് ഡയറക്റ്റ് പാസ് നമ്മളിപ്പോ നോക്കണില്ല. നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ ഞാൻ ഈ പാസ് ചെയ്യുന്ന 12 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ എവിടെ വേണമെങ്കിലും എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെ ഈ സമ്മിന് മാത്രമല്ല. അത് ശരി, ഇത് ഗ്ലോബലി ആണ്. ഇത് ആ സ്പെസിഫിക് ടു ആ ദാറ്റ് ഫംഗ്ഷൻ ലോക്കലൈസ് ചെയ്യാണ്. അപ്പൊ ഈ 12 എന്ന് പറയുന്നത് എയിലോട്ട് പോകുമ്പോൾ ഈ എ എവിടെ വേണമെങ്കിലും എനിക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ്സ് ഇൻ ദാറ്റ് ക്ലാസ് ഗ്ലോബലി അവൈലബിൾ ആയിരിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, മെത്തേഡ്സുകളിലാട്ടോ, അല്ലാതെ പുറത്തല്ല, മെത്തേഡ്സുകളിൽ. കാരണം ഇത് നമ്മൾ ആർഗ്യുമെന്റ് പാരാമീറ്റർ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്, അത് പുറത്ത് ആക്സസ് ചെയ്യുന്നതല്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡോട്ട് എയിലോട്ട് നമുക്ക് എന്താ വെക്കേണ്ടത്, നിങ്ങൾ ആലോചിച്ചോ. സെൽഫ് ഡോട്ട് എയിലോട്ട് എന്താണ് വെക്കേണ്ടത്, എ. അപ്പൊ സെൽഫ് ഡോട്ട് എയിലോട്ട് എനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പോഴും എ ഡിഫൈൻ അല്ലാണോ പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് എന്താ പറയുക, ഈ പ്രിന്റ് എ ആക്ച്വലി എ നോട്ട് ഡിഫൈൻഡ് ആണ്, നിങ്ങൾ ഉദ്ദേശിച്ച സെൽഫ് ഡോട്ട് എ ആണോ. അപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സെൽഫ് ഡോട്ടിലോട്ട് നമ്മൾ ഒരു കീ കൊടുത്തിട്ട് വാല്യൂ നമ്മൾ വരുന്നത് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെൽഫ് വെച്ച് കണ്ടുണ്ടെങ്കിൽ എല്ലാ ഫംഗ്ഷനും പാസ് ചെയ്യുന്നത്, എല്ലാ മെത്തേഡിലും പാസ് ചെയ്യുന്നത്, നമുക്ക് ഇത് വെച്ച് കണ്ട് ഈ ഡാറ്റ ഫെച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ കണ്ടല്ലേ സെൽഫ് ഡോട്ട് എ, സെൽഫ് ഡോട്ട് എ. ഇനിയിപ്പോ രണ്ടും എന്താ നോക്കാം, 12 കണ്ട. സെൽഫ് ഡോട്ട് എ എത്ര, 12. അപ്പോൾ ഇത് 2 വരാത്ത, നമ്മളിവിടെ ഒന്നല്ലേ കോൾ ചെയ്തിട്ടുള്ളൂ. ഈ സമ്മിനെ കോൾ ചെയ്തിക്കണ്, മൾട്ടിനെ കോൾ ചെയ്തിട്ടില്ല. നമ്മൾ ഈ മൾട്ടിനോട് കോൾ ചെയ്ത് നോക്കുക, മൾട്ടിനെ കോൾ ചെയ്ത് നോക്കുക, 2 വന്നില്ലേ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാസ്സിലോട്ട്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നിങ്ങൾക്കൊരു ക്ലാസ്സിലോട്ട് ഒരു ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ ഒരു വാല്യൂ പാസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റ് ആണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ് മൊബൈല് എന്താ പറയുക ഐഫോൺ 15 ഉണ്ടാക്കണം. ആ ലോജിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഐഫോൺ 15 ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, നമ്മൾ മോഡൽ കൊടുത്ത് അതിന്റെ പ്രൈസും കൊടുത്ത്
ഇപ്പൊ ആ ഒരു ഡിസൈൻ വെച്ച് ഐഫോൺ 15 ആ ഒരു പ്രൈസുള്ള സാധനം മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഐഫോൺ 15 പ്രോ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഐഫോൺ 16 പ്രോ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താ, അതിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിന്. ഇനി നമുക്ക് ഏതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ മോഡലും പ്രൈസാണ് കൊടുത്ത ആ സാധനം ഉണ്ടായി വരുന്ന ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട അറിയോ? നമ്മൾ ഇവിടെ പറയും, ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പറയും ഓക്കെ ഇത് ഐഫോൺ 15 ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് തൽക്കാലം ഒരു 79,990 ആണ്. മേക്ക് ഐഫോണിൽ നമ്മൾ ഐഫോൺ 15 ഉണ്ടാക്കണം. അപ്പൊ നമ്മളെന്തായി, രണ്ട് വാല്യൂ കൊടുത്ത് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യണം. ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇനീറ്റിൽ ഉപയോഗിച്ചാൽ പോരല്ല, നമുക്ക് ഈ ഫംഗ്ഷനിൽ ഉപയോഗിക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇനീറ്റിൽ എന്ത് ചെയ്യും, സെൽഫ് ഡോട്ട് എന് പകരം മോഡല് പ്രൈസ് കൊടുക്കും. പല രൂപത്തിൽ നമുക്ക് ഇതിനെ കളിക്കാം. ഇപ്പൊ ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നു. ക്ലാസ് ഇപ്പൊ നിങ്ങള് ഭയങ്കരമായിട്ട് ചിന്തിക്കണ്ട, ഇപ്പൊ എത്ര ആലോചിച്ചാൽ മതി. സെൽഫ് ഡോട്ട് മോഡലും പിന്നെ സെൽഫ് ഡോട്ട് പ്രൈസും വന്നു. ഇപ്പൊ എന്തായി, സെൽഫ് ഡോട്ട് മോഡലും സെൽഫ് ഡോട്ട് പ്രൈസും വന്നില്ലേ. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇനി എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയോ, ഇനി നിങ്ങൾ പറയണേ ഇത് എന്താ പറയാ, ഫോണ് മേക്ക് ഫോൺ വേണ്ട, ഫോൺ കമ്പനീന്റെ ഒരു ക്ലാസ് ആണ്. ഫോൺ കമ്പനി പറഞ്ഞൊരു ക്ലാസ് ആണ്. ഫോൺ കമ്പനി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്ത് ഐഫോൺ 15 ഇതും കൊടുത്ത്. അപ്പൊ എന്താ, ഈ മേക്ക് കമ്പനിയിൽ ഈ രണ്ടും വന്ന് ഇങ്ങോട്ട് ഇവിടെ എന്താ നിങ്ങളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ്, നിങ്ങൾക്ക് എങ്ങനെ വേണം ഇത് കളിക്കാതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മേക്ക് ഫോണിന് കൊടുത്ത് ഇപ്പൊ ഈ സെൽഫ് ഉണ്ടല്ലോ, ഈ സെൽഫ് ഡോട്ട് മോഡല് ഇത് കൊടുത്തിട്ട് ഈസ് ക്രിയേറ്റഡിന് കൊടുത്ത് എന്നിട്ട് ഞാൻ എന്താ മേക്ക് ഫോൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിനൊന്ന് വിളിച്ച്. അപ്പൊ എന്തായി, ഇപ്പൊ നമ്മളിതിനെ വലിയ ലെവലിൽ ചിന്തിക്കുന്നത്, നേരത്തെ നമ്മൾ ചെറിയൊരു ലെവലിൽ ചിന്തിച്ച്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൺ കമ്പനിയിലോട്ട് പ്രൈസും ഫോണാണ് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റിനോട് നമ്മൾ പറയുന്നത് തൽക്കാലം നിങ്ങൾ മേക്ക് ചെയ്യും, ഫോൺ മേക്ക് ചെയ്യും. അപ്പൊ എന്തായി, ഐഫോൺ 15 ഈസ് ക്രിയേറ്റഡ്. ഇനി ഞാൻ ആ കമ്പനിയോട് പറയുന്നത് ഇപ്പൊ ഇത് വേണ്ട നമുക്ക്, ഇനി അപ്പൊ റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക്കൽ വേണ്ട. ഇനി ഈ ഫംഗ്ഷൻ ആ ഫോൺ അങ്ങോട്ട് ഡാമേജർ ആണോ ചോദിച്ചു. അപ്പൊ ഡാമേജർ ആണോ എന്ന് ചോദിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്ത്, നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാണ്ട് ഉണ്ടാ നമ്മൾ ഈ എന്താ പറയാ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന തൽക്കാലം കോൾ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഈ ഡാമേജറിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ പറയാണ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഡാമേജ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ വരും. ഏത്, ഇവിടെ നമ്മൾ ഫംഗ്ഷനിൽ കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് പോകും. നമുക്ക് ഗ്ലോബലി എല്ലായിടത്തും വേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം, സെൽഫ് വഴി ഇങ്ങനെ പാരന്റിന് കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോ തൽക്കാലം എന്ത് ചെയ്യാം, ഇഷ്യൂന്ന് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുത്തെ കേസിൽ എന്താ പറയുക, നോട്ട് വർക്കിംഗ്. നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോണത് ദിസ് ഈസ് നോട്ട് വർക്കിംഗ്, ദിസ് ഈസ് നോട്ട് വർക്കിംഗ് എന്താ പറയാ, ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാല് ഡിസ്പ്ലേ ഈസ് ബ്രോക്കൺ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കട്ടല്ലേ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ഞാൻ എന്ത് ചെയ്ത്, ഇതിന്റെ ഈ ഒരു മെയിൻ പാരന്റ് ക്ലാസ്സിന് ഇതിന്റെ കമ്പനിക്ക് ഞാൻ എന്ത് ചെയ്ത് തൽക്കാലം ഐഫോൺ 15 ഇതും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാണ്ട് പാസ് ചെയ്ത്. അപ്പൊ ഐഫോൺ 15 ആണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് 7 പ്രൈസിൽ. ഇങ്ങോട്ട് എന്ത് ചെയ്യും, എക്സ് ഒബ്ജക്റ്റ് എടുത്തുകൊണ്ട് മേക്ക് ഫോൺ എന്ന് പറഞ്ഞു. മേക്ക് ഫോൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഫോണാണ് ഉണ്ടാക്കി. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതിനോട് പറഞ്ഞ് ഡിസ്പ്ലേ ബ്രോക്കൺ ആണ്. അപ്പൊ എന്തായി, ഫോൺ ക്രിയേറ്റ് ചെയ്തു, ഡിസ്പ്ലേ ബ്രോക്കൺ. അപ്പൊ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം,
ഈ കാര്യങ്ങൾ ഇങ്ങനെ ഡാറ്റ പാസ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ സെൽഫിന്റെ ഡാറ്റ എനിക്ക് പാസ് ചെയ്യുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെൽഫിന്റെ ഡോട്ട് മോഡൽ എടുക്കുക, കോം എടുക്കുക, ട്രൈ ചെയ്യുക. iPhone 15 ദിസ് ഈസ് നോട്ട് വർക്കിംഗ്, ഡിസ്പ്ലേ ബ്രോക്കൺ. അപ്പൊ നമുക്ക് അതൊരു പ്രോപ്പർ ആയിട്ട് എന്തായി ആ ഒരു വാല്യൂ വന്നു. iPhone 15 ദിസ് ഈസ് നോട്ട് വർക്കിംഗ്, ഡിസ്പ്ലേ ബ്രോക്കൺ, ഐസ് ഡാമേജ്. ഇനി ഞാൻ എന്ത് ചെയ്യണം അറിയോ, ഇതേ ടീമിൽ ഇതേ ക്ലാസ് വെച്ചാണ് ഞാനൊരു 16 Pro ഉണ്ടാക്കാൻ പോവാണ്. 16 Pro ഉണ്ടാക്കുകയാണ്. അതിന് 1,50,000. ഞാൻ തൽക്കാലം ഫോൺ മേക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ ഒരു empty print കൊടുക്കാം. പിന്നെ നമുക്കൊരു empty print രണ്ടെണ്ണം കൊടുക്കാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇപ്പൊ എന്താണ് iPhone 15 ആദ്യം ക്രിയേറ്റ് ചെയ്തിരുന്ന കമ്പനി. ഇപ്പോൾ iPhone 16 Pro ഇതേ ഡിസൈൻ, ഇതേ എന്താ പറയുക ഡിസൈൻ വെച്ചാണ് ക്രിയേറ്റ് ചെയ്ത്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അവർക്ക് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സെൽഫിൽ പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സെൽഫിൽ കൂടുതൽ ഡാറ്റ പാസ് ചെയ്യാം. അപ്പോൾ അതേമാതിരി നമുക്ക് ഇവിടെ മെയ്ക്ക് ഫോണിലും ഡാറ്റ പാസ് ചെയ്യാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പഠിച്ച് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ആ ക്ലാസ്സിന്റെ ഉള്ളിൽ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, വേരിയബിൾസ്. ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, ഇവിടെ നമ്മൾ x = 100 പറഞ്ഞ് പാസ് ചെയ്യുക. അത് നമുക്ക് എല്ലായിടത്തും വെച്ച് ചെയ്യുക. അപ്പൊ ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യുക. അതേമാതിരി എന്താ പറയാ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുക. അതേമാതിരി ക്ലാസിന്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയാ ഒരു നമ്മൾ ക്ലാസ് കോൾ ചെയ്ത് ഒബ്ജക്റ്റ് കോൾ ചെയ്യുന്ന ആ ക്ലാസ്സിനെ കോൾ ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ഗ്ലോബലി പാസ് ചെയ്യാം. അത് എല്ലാ ഫംഗ്ഷനും ഇതിന് എടുക്കുക, ഇവിടെ എടുക്കുക, ഇവിടെ എടുക്കുക, അങ്ങനെ എല്ലാവർക്കും കിട്ടണമെങ്കിൽ നമ്മൾ ഇനീറ്റിന്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യും. ഇനീറ്റിന്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൾ പാസ് ചെയ്യുക. ഇവിടെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തു, എന്താണോ പാസ് ചെയ്യുന്നത് അതൊന്ന് കൂടുതൽ കുറവായിരിക്കണം. കാരണം ഇവിടെ നമുക്കൊരു സെൽഫ് ഉണ്ട്. അപ്പൊ ഇവിടെ 3 വരണം, ഇവിടെ 2 വരണം. മീൻ ഇവിടെ നമുക്ക് സെൽഫ് എന്ന ഒരു കീവേഡ് പൈത്തൺ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പൈത്തൺ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായി ആ 2 ഫസ്റ്റത്തെ സെൽഫ്, പിന്നെ മോഡൽ, പിന്നെ പ്രൈസ്. അപ്പൊ നമ്മൾ 2 ഇവിടെ 3 വരും. ഒന്ന് സെൽഫ് എക്സ്ട്രാ വരുന്നതാണ്. അത് ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എന്താ പറയാ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണല്ലേ. ഈ ഒബ്ജക്റ്റിനെ പൈത്തൺ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആ എന്താണ് അതാണ് സെൽഫിന് കണക്കാക്കുന്നത്. അത് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യുന്നത്, സെൽഫ് ഡോട്ട് മോഡൽ, സെൽഫ് ഡോട്ട് പ്രൈസ്, അത് രണ്ടും നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത് എന്നിട്ട് ആ ഡാറ്റ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് 100 ഫംഗ്ഷൻ ഉണ്ട്, 100 ഫംഗ്ഷൻ വെച്ച് ചെയ്യാം. ഇനി പറയണേ നിങ്ങൾക്ക് സ്പെസിഫിക് ഫംഗ്ഷൻ മേക്ക് ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ പറയണേ ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാണ്ട് ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ എന്താ പറയാ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ്, ഇവിടുന്ന് ആർഗ്യുമെന്റ് ഇറ്റ് ഈസ് ഡൺ പാസ് ചെയ്ത് അത് പാരാമീറ്ററായി പാസ് ചെയ്ത് ഇങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇരുന്നിരുന്ന് ഈ ടെക്സ്റ്റ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു സെൽഫ് ഡോട്ട് മോഡൽ ക്രിയേറ്റ്. ഇപ്പൊ എന്താ ഉണ്ടാകുക നോക്കാം. ഇതൊരു എറർ ഉണ്ട്, നോക്കാം. ഓക്കെ, ഇവിടെയും കൂടി പാസ് ചെയ്യണം, കാരണം ഇത് കട്ട് ചെയ്ത് തൽക്കാലം. കാരണം നമ്മൾ ഒരുപോലെ പറഞ്ഞത് ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്ന് അറിയോ, ഈ മേക്ക് ഫോൺ എന്ന് പറഞ്ഞതിന് ഒരു ആർഗ്യുമെന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു, പക്ഷെ ഇവിടെ കൊടുത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൂടി കൊടുത്താൽ പ്രശ്നം സോൾവ് ആവും. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് അറിയോ, ആദ്യം ഞാൻ ഒരു ഫോൺ കമ്പനി വിളിച്ചാണ്ട് iPhone 15 ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഫോൺ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളെ പറഞ്ഞ് കംപ്ലീറ്റ് ആയ ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തായി സെൽഫില് ഈ മേക്ക് ഫോൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് കോൾ ചെയ്ത് നമ്മൾ തന്നെയാണ് കോൾ ചെയ്തതിനു ശേഷം എന്ത് ചെയ്ത് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തത് ഇവിടെ പാരാമീറ്റർ ആയിട്ട് കിട്ടി. സെൽഫ് ഡോട്ട് മോഡൽ എന്താണ്, ഇവിടെ വന്ന ഫോൺ ഏതാണ്, iPhone 15 Pro, iPhone പറഞ്ഞനുസരിച്ച് iPhone 15 ആണ്. ഫുൾ ടോക്ക് ആയിരുന്നതാണ്, ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. എന്താ പറയാ iPhone 15 എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിങ്ങനെ. അപ്പോൾ ഈ ഫോണ് ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വാല്യൂ ഇവിടുന്ന് നമ്മൾ ഷോ ചെയ്തു. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇറ്റ് ഈസ് ഡാമേജിനും വിളിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ബ്രോക്കൺ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു, നമ്മളെന്ത് പറഞ്ഞു, ഈ സെൽഫ് ഡോട്ട് മോഡൽ ഇപ്പൊ 15 ആണ്, 15 ദിസ് ഈസ് നോട്ട് വർക്കിംഗ്, ഡിസ്പ്ലേസ് ബ്രോക്കൺ എന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ 2 സ്പേസ് ഇട്ടാണ്ട് നമ്മൾ ഫോൺ കമ്പനിയോട് പറഞ്ഞു 16 Pro ഉണ്ടാക്കിക്കോ, അതിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്തോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഒബ്ജക്റ്റിലോട്ട് ഇപ്പൊ എന്തായി ഈ ഒരു ക്ലാസിന്റെ ഒരു കോപ്പിയാണ് ഇതിന് കിട്ടിയത്. ഇനി ഇതേ ക്ലാസിന്റെ വേറൊരു കോപ്പിയാണ് ഇതിന് കിട്ടുന്നത്, ഒരു ബന്ധമില്ല. അപ്പൊ എന്തായി 16 Pro ആയിട്ട് എന്തായി മോഡൽ മാറി, 15 എന്തായി
പ്രൈസ് ആയിട്ട് മാറി. പിന്നെന്താണ് ഫോം മേക്ക് ചെയ്യുമ്പോൾ 16 Pro ഇറ്റ് ഈസ് ഡൺ അല്ലേ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ക്രിയേറ്ററിന് കൊടുക്കാം, എന്നിട്ട് റൺ ചെയ്ത് എന്തായി 16 Pro ഇവിടെ ഇറ്റ് ഈസ് ഡൺ തന്നെയാണ് ഇപ്പോഴും. നമ്മൾ 16 Pro എന്ത് ചെയ്ത് മാറ്റി കൊടുത്ത്. അപ്പൊ iPhone 16 Pro ക്രിയേറ്റഡ് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിട്ട് ബന്ധമില്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. വേറെ വേറെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ് ഒന്നിനായിട്ട് കണക്ട് ചെയ്യപ്പെടില്ല. 100 സ്റ്റുഡന്റ് ഉണ്ട്, 100 സ്റ്റുഡന്റിന്റെ നമ്പർ കോൾ ചെയ്താലും ഡിഫറെന്റ് ആയിട്ട് തന്നെ കിട്ടും, ഒന്നും പോകില്ല. അപ്പൊ സെൽഫ് നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാണ് മനസ്സിലായില്ലേ? ആ ഒരു ക്ലാസ്സിലോട്ട് കംപ്ലീറ്റ്ലി ഡാറ്റ പാസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. ഈ മെയിൻ ഫംഗ്ഷൻ പാരന്റ് മെയിൻ ക്ലാസിന്റെ എവിടെയാണോ നിങ്ങൾ കോൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും. അതിനുള്ളിലുള്ള ഫംഗ്ഷൻസിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ ഇനിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? പൈത്തണിൽ ഇനീഷ്യലി നിങ്ങൾക്ക് കോൾ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് വേരിയബിൾ അതിലോട്ട് നിങ്ങൾക്ക് വിട്ടു കൊടുക്കുക, എന്ത് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എന്താ പറയാ, പ്രിന്റില് സ്റ്റാർട്ടഡ് മേക്കിംഗ് ഫോൺ. ഇപ്പൊ നിങ്ങൾ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകും നോക്കിക്കോട്ടെ. സ്റ്റാർട്ടഡ് മേക്കിംഗ് ഫോൺ കഴിഞ്ഞു. അതേമാതിരി സ്റ്റാർട്ടഡ് മേക്കിംഗ് ഫോൺ ആയി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെയാണല്ലോ ഇത് എൻഡിങ്. അപ്പൊ ഇതിന്റെ ഇവിടെ എൻഡിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റഡ് ടെക്സ്റ്റ് കൊടുക്കണം. കംപ്ലീറ്റഡ് അങ്ങാണ്ട് ഒരു ഇത് വരും. അതേമാതിരി ഇവിടെയും കംപ്ലീറ്റ് അങ്ങാണ്ട് വരും. എന്തായി? സ്റ്റാർട്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ്, സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിൽ കംപ്ലീഷന് വേറെ പ്രോസസ് ഫംഗ്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ഇതിങ്ങനെ വൈഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരണം. അപ്പൊ നമ്മളിവിടെ കൺസ്ട്രക്ടർ എന്താണ് ഇപ്പൊ നോക്കി, അത് ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇതിപ്പോ വേണ്ടില്ല, നമ്മളെ ഹ്യൂമന്റെ കാര്യം പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഉണ്ടാകുന്ന സമയത്ത് ഇനീറ്റിൽ തന്നെ ഐയും ഹാൻഡും ലെഗ്സും ബ്രെയിനും ഹാർട്ടും എല്ലാം കൊടുത്ത് എന്നിട്ട് ഒരു ഹ്യൂമൻ ആണ് ക്രിയേറ്റ് ചെയ്യണം. ഒരു നമ്മളൊരു കുട്ടി ജനിക്കുന്നതെന്ന് വിചാരിച്ചു, അങ്ങനെ ഞാൻ അങ്ങനെ പറയില്ല. ജസ്റ്റ് ഒരു ഇതാകുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്ന ഒരു കേസ് ആണല്ലോ. അപ്പൊ അതാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു കേസ് പറഞ്ഞതാണ്. ഒരു ഹ്യൂമൻ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ആ പേഴ്സൺ ഒന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ഐയും ഹാൻഡും ഇതൊക്കെ ഉണ്ടാവും. അതായത് പേഴ്സൺ 2 എന്ന് പറഞ്ഞ വ്യക്തിക്കും അതേ വാല്യൂ ഉണ്ടാവും. നമ്മളിവിടെ ഡീഫോൾട്ട് ആയിട്ട് 2 2 2 1 1 കൊടുത്തുകൊണ്ട് എത്ര ഈ മനുഷ്യർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർക്കൊക്കെ അത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ട ഒരു വെറൈറ്റി ആയിട്ട് എന്താ പറയാ ഒരു മനുഷ്യന് 4 കണ്ണ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പാസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താ പറയുക, മൗസ് പോയിന്റർ ഇവിടെ കോമട്ട് പാരാമീറ്റർ, ഇവിടെ കോമട്ട് അല്ല, ഇവിടെ നമുക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. അപ്പൊ ഓരോ മനുഷ്യന്റെയും പ്രത്യേകത യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സ്കില്ലും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒരു ചെറിയ പ്രൊജക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലെവലിലൊക്കെ പഠിച്ചിട്ട് രണ്ടാമത്തത് ഒരു മാസ് പ്രൊജക്ട് ആക്കുന്ന മാതിരി തന്നെ പ്ലാൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ സെൽഫ് എന്താണ് പറയണ്ടല്ലോ. സെൽഫ് എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് അതിലോട്ടുള്ള ആ ഒബ്ജക്റ്റിന്റെ ഡാറ്റ. ഇപ്പൊ നിങ്ങൾ കണ്ട, ഞാൻ ഈ ഡോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ആക്ച്വലി ഇവിടെ വിളിച്ചപ്പോ എന്താണ് പൈത്തൺ ചെയ്തത്, ഡോഗ് ഡോട്ട് ഇനീറ്റിൽ സെൽഫ് ആണ് പാസ് ചെയ്ത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ സെൽഫ് കാണിച്ചു തന്നില്ലേ, അങ്ങനെ ഇവിടെ ജസ്റ്റ് സെൽഫ് പാസ് ചെയ്തു. നിങ്ങൾക്കത് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിഫറെന്റ് രൂപത്തിലാണ് പാസ് ചെയ്യുക. ഇവിടെ ഇട്ടിട്ട് ഇനീറ്റ് എന്ത് ചെയ്യും, സെൽഫ് പാസ് ചെയ്യാം. അല്ലെങ്കിൽ നോക്കിക്കോ, ഡോഗ് ഡോട്ട് ഇനീറ്റിൽ സെൽഫ് പാസ് ചെയ്തിട്ട് പിന്നെ ഐഫോണ് ഇങ്ങനെ ആരും ചെയ്യൂല, ഞാൻ പോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഐഫോണിന് റേറ്റ് കിട്ടും. സെൽഫ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ആക്ച്വലി നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയൂല. ഇറ്റ്സ് എ പൈത്തൺ കോഡ്. ഞാൻ ചെയ്തിട്ടില്ല കാരണം അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അതൊന്നും പ്രിപ്പയർ ചെയ്ത് നോക്കില്ല. ഞാനങ്ങനെ ചെയ്യുമ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കാണാപ്പാടം പഠിച്ച് ചെയ്യേണ്ടതല്ല, നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കി പോവുക. അപ്പൊ അതുപോലെ നിങ്ങളും ചെയ്യണം ആക്ച്വലി. അപ്പൊ എന്തായി, ഇങ്ങനെയാണ് പൈത്തൺ കോൾ ചെയ്യുന്നത് ആക്ച്വലി. പക്ഷെ നിങ്ങൾക്ക് അത് കോൾ ചെയ്യാനുള്ള, നമുക്കത് കോൾ ചെയ്യാനുള്ള അവകാശം ഇല്ല. ദാറ്റ്സ് എ പൈത്തൺ കോഡ്. ദയവ് ടേക്ക് കെയർ. നമുക്ക് അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോഡായി മാറൂലേ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി പൈത്തൺ ബാക്കിൽ ചെയ്യും. അപ്പൊ ഓക്കെ, സെൽഫ് എന്താ വെച്ച് കഴിഞ്ഞാൽ റെഫേഴ്സ് ടു എ ന്യൂ ഒബ്ജക്ട് ക്രിയേറ്റഡ്. ആ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിന് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിലോട്ട് എന്ത് ഡാറ്റ വേണമെങ്കിലും പാസ് ചെയ്യുക യൂസിങ് സെൽഫ്. സെൽഫ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെൽഫിന് പാസ് ചെയ്യൂല. ഇവിടെ നിങ്ങൾ ആ മെയിൻ പാരന്റിൽ ഡോഗിന് ഡാറ്റ പാസ് ചെയ്തെടുക്കും. ഇങ്ങോട്ട് എന്ത് ചെയ്യും, അവിടെ സെൽഫിന് കോമ്പട്ടിട്ട് നിങ്ങൾ പാരാമീറ്റർ എടുത്തിട്ട് സെൽഫ് ഡോട്ട് എന്താ പറയാ, സെൽഫ് ഡോട്ട് ഐ അല്ലെങ്കിൽ സെൽഫ് ഡോട്ട് വാല്യൂ, സെൽഫ് ഡോട്ട് ഡാറ്റ, സെൽഫ് ഡോട്ട് ലിസ്റ്റ്, സെൽഫ് ഡോട്ട് കണ്ടെയ്നർ എന്ത് വേണമെങ്കിൽ കൊടുത്തിട്ട് ആ വാല്യൂയിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക.
അത്രേ ഉള്ളൂ. യു ഡിഡ് നോട്ട് പാസ് എനി ആർഗ്യുമെന്റ് മാനുവലി ഓൺലി സെൽഫ് പാസ് ഇൻ ഞാൻ പറഞ്ഞില്ലേ സെൽഫ് ഓട്ടോമാറ്റിക് പാസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളവിടെ ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ എന്താ പറയാ മോഡലും ഇതും കൊടുത്തില്ല, ഇവിടെ നിങ്ങൾ ഒരു വാല്യൂ കൊടുത്തില്ല, സെൽഫ് ഓൾറെഡി ഇല്ലേ വാല്യൂ കൊടുത്തില്ല, എന്നാലും പ്രശ്നമില്ല, സെൽഫ് അവിടെ ഉണ്ടാവണം, സെൽഫ് ഓട്ടോമാറ്റിക് ആയിട്ട് പൈത്തൺ പാസ് ചെയ്യുന്നുണ്ട്. നോ മാനുവൽ ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മാനുവൽ ആർഗ്യുമെന്റ്. സോ ദിസ് വർക്ക് ഓൺലി ഇഫ് യുവർ ഇനീറ്റ് ഈസ് ഡിഫൈൻഡ് ലൈക്ക്. സോ ഇനീറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. അതിൽ സെൽഫ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കും വേണം, അതാണ് ആ സെൽഫ് ഒബ്ജക്റ്റ്. അപ്പൊ ആ ഒബ്ജക്റ്റിന് വേണ്ട ഡാറ്റ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാനും പറ്റും. പാസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പാസ് ചെയ്തുകൊണ്ടുള്ള യൂസ് കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇനീറ്റ് മെത്തേഡ് എന്താണ് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ഇനീഷ്യലി നമ്മളൊരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ വേണം. അപ്പൊ ക്ലാസ് സ്റ്റുഡന്റിന് ഡെഫിനേറ്റ് ചെയ്യാൻ നെയിം ഏജ്. അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ തന്നെ രാഹുൽ 18 കൊടുത്ത്, അപ്പൊ നേരെ എന്ത് ചെയ്യും, ക്ലാസ് വിളിക്കുന്ന സമയത്ത് ഇനീറ്റ് ഫംഗ്ഷൻ ഉണ്ടാകും നോക്കും. ഇല്ലെങ്കിൽ ഇനീറ്റ് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ എഴുതിയാൽ അവിടെ എന്താ വേണ്ടതെന്ന് നടക്കും. ഇനീറ്റിനോട് നിങ്ങൾ പറഞ്ഞിരിക്കണേ സെൽഫിന് ശേഷം നെയിം ഏജും വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് നെയിം ഏജ് എടുത്താണ്ട് സെൽഫ് ഡോട്ട് നെയിം സെൽഫ് ഡോട്ട് ഏജ് ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യണം. സെൽഫ് ഡോട്ട് നെയിമിലോട്ട് ഇട്ട് കൊടുക്കണം, സെൽഫ് ഡോട്ട് ഏജിലോട്ട് അത് ഇട്ട് കൊടുക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ചുമ്മാ പോയി നെയിമും ഏജും എല്ലായിടത്തും പോയി യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ എല്ലാ ഫംഗ്ഷനിലും നിങ്ങൾക്ക് ആ സ്റ്റുഡന്റിന്റെ എന്തെങ്കിലും പേരിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ പേരിന്റെ കൂടെ നിങ്ങൾക്ക് പാരന്റിന്റെ പേര് കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ കൂടെ ഒരു ഐഡിയും കൂടെ ആഡ് ചെയ്യണം, നമ്പർ 1 2 ഇങ്ങനെ യൂണീക് ഐഡി ഇങ്ങനെ പോകണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ സെൽഫ് ഡോട്ട് നെയിം യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. In every object creation, Python always sends self by default. If you pass extra value, you must define extra parameter. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഡാറ്റ ഇവിടുന്ന് പാസ് ചെയ്യും, സെൽഫ് ഓൾറെഡി പൈത്തൺ പാസ് ചെയ്യും, നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അത്രേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ എന്റെ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തരേണ്ട പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് എന്താ പറയാ ഇൻസ്റ്റൻസ് മെത്തേഡ്. നമ്മൾ ഓൾറെഡി അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്ലാസിന്റെ ഉള്ളിൽ ഡെഫിനീറ്റ് ഉണ്ട്, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ഇവിടുന്ന് സ്റ്റുഡന്റ് രാഹുൽ പാസ് ചെയ്ത് ആ രാഹുലിന് എന്ത് ചെയ്തു, ഇവിടെ സെൽഫിന് ശേഷം നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്ത് നെയിം. കാരണം ഇവിടുന്ന് സെൽഫ് ഓൾറെഡി പോകുന്നുണ്ട്, സോ സെൽഫ് വേണം. നമ്മൾ എക്സ്ട്രാ വിട്ടപ്പോൾ അതിന് ആർഗ്യുമെന്റിന് പാരാമീറ്റർ കൊടുത്ത് നമ്മൾ പൊസിഷൻ ബേസ് ചെയ്ത് ഡീൽ ചെയ്ത് കൊടുക്കാന്ന് പറയില്ലേ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഈ നെയിമിന് എന്ത് ചെയ്ത് സെൽഫ് ഡോട്ട് നെയിമിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത്. ഇപ്പൊ ഇവിടെ സെൽഫ് ഡോട്ട് നെയിം കൊടുക്കാതെ ഈ ചുവപ്പ് കളറിൽ എഴുതിക്കണ വെറും നെയിം വിളിച്ചാൽ എറർ അടിക്കും, കാരണം നെയിം ഡിഫൈൻഡ് അല്ലാന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് ഡോട്ട് കീ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, സെൽഫ് ഡോട്ട് നെയിമിലോട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഈ നെയിമിനെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഏത് ഫംഗ്ഷനിലും നമ്മൾ സെൽഫ് ഇനീഷ്യലി കൊടുക്കുമല്ലോ, അത് മസ്റ്റ് ആണ്. അപ്പൊ ഈ സെൽഫിന്റെ ഉള്ളിൽ നിങ്ങൾ നെയിം എടുക്കുക, സെൽഫ് ഡോട്ട് നെയിം. ഇപ്പൊ ഇവിടെ സെൽഫ് ഡോട്ട് നെയിമിലോട്ട് +1 ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇവിടെ ചെയ്യാം. അപ്പൊ എന്തായി, നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് എന്താ പറയാ നമുക്ക് മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്യാം ഒരു ക്ലാസിന്റെ ഉള്ളിൽ. ആ മെത്തേഡ്സിന്റെ ഉള്ളിലോട്ട് ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സേ ഹലോന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നേരിട്ട് ഡാറ്റ പാസ് ചെയ്യുക ആർഗ്യുമെന്റ് ആയിട്ട്. സേ ഹലോന്റെ ഉള്ളിൽ ഈ സെൽഫ് മസ്റ്റ് ആണ്, കോമ ഇട്ടിട്ട് നിങ്ങൾ പാരാമീറ്റർ പാസ് ചെയ്യുക, ആർഗ്യുമെന്റ് പാരാമീറ്റർ. നിങ്ങൾക്ക് പക്ഷേ സേ ഹലോയിൽ പാസ് ചെയ്ത ഡാറ്റ വേറൊരു ഫംഗ്ഷനിൽ എടുക്കാൻ പറ്റൂല, സേ ബായിൽ എടുക്കാൻ പറ്റൂല. സേ ഹലോയിലും നിങ്ങൾക്ക് സേ ബായിലും നിങ്ങൾക്ക് ബായ് നവാബ് ബായ് വിഷ്ണുവിന് പറയാനുണ്ടെങ്കിൽ യു ഷുഡ് യൂസ് സ്റ്റുഡന്റിന്റെ ഉള്ളിൽ മെയിൻ എന്താ പറയാ ഡാറ്റ ആയിട്ട് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ആ ഡാറ്റ പാസ് ചെയ്യണം. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എങ്ങനെ പാസ് ചെയ്യണം. ആ പാസ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സോ ഡിപ്പെൻഡ്സ് നിങ്ങൾ ചെയ്യുന്ന ക്ലാസ്സും കോഡും പ്രോബ്ലംസും ഡിപ്പെൻഡ് ചെയ്ത് ആലോചിക്കണ്ട, അത് നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ സൊല്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട്, ആക്സസിങ് ചേഞ്ചിങ് എലമെന്റ്. നമുക്കിപ്പോ എസ് ഡോട്ട് നെയിം നമുക്ക് ആക്സസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പോ എങ്ങനെ ചെയ്യാം, അതൊക്കെ ഒഴിവാക്കാം, കൺഫ്യൂഷൻ ഒരുപാടാകുമ്പോ. എക്സ് ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഡോട്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മള്. അപ്പൊ നമുക്കൊന്നും കൂടെ എഴുതാം, മോഡല് പ്രൈസിന് കൊടുത്ത് മേക്ക് ചെയ്യാണ്. ഇതൊന്നും നമ്മൾ വിളിക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്ത് എക്സ് ഡോട്ട് മോഡലിന് വിളിക്കുകയാണ്. അപ്പൊ മോഡലും ഇതും ആദ്യം കൊടുക്കണം, കാരണം നമ്മളിവിടെ പാരാമീറ്റർ ആർഗ്യുമെന്റിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഓർപ്പേക്ക് പുതിയ ഓഫറാണ്. അപ്പൊ എന്ത് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യാണ് എക്സ് ഡോട്ട് മോഡൽ ഐഫോൺ. എന്തുകൊണ്ട് ഐഫോൺ ആയത്, നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട് പാരന്റിന്. പ്രൈസ് എത്ര നോക്കാം,
1. ഈ സെയിം സാധനം ഞാനൊരു y ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഡിപ്പാർട്ട്മെന്റ് 1 ക്രിയേറ്റ് ചെയ്ത വിചാരിച്ചോ. ഞാനൊരു അവരൊരു 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ആണ്, പക്ഷെ രണ്ടും ഒരേ ഒരു ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്ത്, ഇത് തൽക്കാലം നിങ്ങൾ ഐഫോൺ അല്ല വേറെ എല്ലാ ഫോണും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്ത് ഒരു സാംസങ് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ആൻഡ്രോയിഡിന് ചെയ്താൽ ആൻഡ്രോയിഡ് ഫോൺ ഏതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ റേറ്റ് വരുന്നത് ഒരു സം എമൗണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് 2 ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് 2 ഇവിടെ കൊടുക്കണം. മുകളിൽ ഒരു എറർ ഉണ്ട്, എന്താണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇത് മാറ്റി, ഒബ്ജക്റ്റിന്റെ പേര് മാറ്റി. അപ്പൊ ഇതിന് ഇവിടെ എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് 1 ആക്കണം. ഇനി നോക്കിക്കട്ടാ, ഡിപ്പാർട്ട്മെന്റ് 1 ക്രിയേറ്റ് ചെയ്തത് ഐഫോണിന് ഉറുപ്പിയാണ്, ഡിപ്പാർട്ട്മെന്റ് 2 ക്രിയേറ്റ് ചെയ്ത് ആൻഡ്രോയിഡ് 11,000 ആണ്. അപ്പൊ അതിന്റെ ലോജിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എത്ര യുണീക്ക് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഒരു തരത്തിലും ഈ പറഞ്ഞ ഇതിന്റെ വാല്യൂ ഇതിനെ വന്ന് കണക്ട് ചെയ്യില്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അടിയിലോട്ട് ഇങ്ങനെ എത്ര വേണം ഉണ്ടാക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ 2ന്റെ പ്രൈസ് ആക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാല്യൂ മാറി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൈസ് ഇവിടെ എത്രയാണോ നിങ്ങൾ പാസ് ചെയ്തത് 11,000 ആയിരുന്നു. എന്നിട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്തു, കറക്റ്റ് ആയിരുന്നു. അതിനുശേഷം നിങ്ങൾ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് 2ന്റെ പ്രൈസ് ഇനി മുതൽ എന്താ പറയാ ഈ ഒരു എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഡിപ്പാർട്ട്മെന്റ് 1ന്റെ പ്രൈസ് ഇപ്പൊ എത്രയാണ്, അതിൽ എങ്ങനെയെങ്കിലും ഇത് ഇമ്പാക്ട് ചെയ്തിക്കണോ നോക്കണ്ടേ. ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് 2ന്റെ പ്രൈസ് ആണ് മാറ്റിയത്, ഏത് ഇത്ര വലിയൊരു എമൗണ്ട് ആക്കിയത്. ഇനി ഡിപ്പാർട്ട്മെന്റ് 1ന്റെ പ്രൈസിന് എന്തെങ്കിലും ഇമ്പാക്ട് ചെയ്യോ, ഡിപ്പാർട്ട്മെന്റ് 1ന്റെ പ്രൈസ് ഇപ്പോഴും ഉറപ്പിന്നെ. അപ്പൊ ഇറ്റ് ഹാസ് നോ റിലേഷൻ, അതെപ്പോഴും ഓർത്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യാ, ഇപ്പൊ തന്നെ ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ക്ലാസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഇപ്പൊ സെൽഫ് ഡോട്ട് എ കോമ ബി. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ എന്താ പറയാ ക്ലാസ്സിന് തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് ആക്കി കോൾ ചെയ്ത്, അപ്പൊ നിങ്ങൾ ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ അതിനുശേഷം എന്ത് ചെയ്ത് സി ഡോട്ട് ആഡ്. ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇവിടെ 10 5 ആഡിന് മാത്രം മതി, നിങ്ങൾക്ക് മൊത്തം ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ട, അതിനൊന്നും കെയർ ചെയ്യുന്നില്ലാണ്ടെങ്കിൽ നിങ്ങൾ ആഡിന്റെ ഉള്ളിൽ 10,5 കൊടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൽഫ് മസ്റ്റ് ആണ്, സെൽഫ് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്, സെൽഫ് കോമ എ കോമ ബി കൊടുക്കുക, 2 കൊടുക്കുക, പ്രിന്റ് ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് എയും ബിയും. ഇവിടെ സെൽഫ് ഡോട്ട് എ സെൽഫ് ഡോട്ട് ബി വേണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സെൽഫായിട്ട് വന്നതല്ല, ഇത് ആ ഒബ്ജക്റ്റിനായിട്ട് വന്നത്, ഇത് ആ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ ആ ഫംഗ്ഷനുള്ള വാല്യൂ എന്ന് പറഞ്ഞത് അവിടെ കൊടുത്ത് അവിടെ നിന്ന് എടുക്കുക, അതിൽ പരിപാടി കഴിഞ്ഞു. ഇനി ഇവിടെ ഡഫ് ഡിവിഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഈ വാല്യൂ എടുക്കൂല, കാരണം അത് ആഡിന് മാത്രം എടുത്താണ്. എല്ലാത്തിനും എടുക്കണമെങ്കിൽ ഈ കാൽക്കുലേറ്റർ ഇല്ലേ അതിനുള്ളിൽ 10,5 കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഡഫ് ഇനീറ്റിന്റെ ഉള്ളിൽ സെൽഫ് ഡോട്ട് എയിലോട്ട് എ മാറ്റുക, സെൽഫ് ഡോട്ട് ബിയിലോട്ട് ബി മാറ്റുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഞാൻ തരികയാണ്, സ്ക്രീന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഇനി എന്താ ചെയ്യുന്നത്, ട്രൈ ചെയ്യാൻ പറയുന്നത് കുറച്ചും കൂടി കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു മിനി പ്രോജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസറിനോട് ഇൻപുട്ട് ചോദിക്കുക. അതേമാതിരി മോർ ഫീൽഡുകൾ ആഡ് ചെയ്യുക. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോൾ നമ്പർ, നെയിം, റോൾ നമ്പർ, പ്രസന്റ് ആണ് ആഡ് ചെയ്തത്. അതിന്റെ കൂടെ നിങ്ങൾ കോഴ്സ്, സെക്ഷൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ ടോട്ടൽ പ്രസന്റ് സ്റ്റുഡന്റിന്റെ കൗണ്ട് ആഡ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങളുടെ ടാസ്ക് ആണ്. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ആൻഡ് മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോ. വാട്ട് ഈസ് ദ പാരാമീറ്റർ ആർഗ്യുമെന്റ് ഡിഫറൻസ് അത് നോക്കിക്കോ. വാട്ട് ഈസ് ദ ഒബ്ജക്ട് മെത്തേഡ്, അതെന്താണ്. വാട്ട് ഈസ് ഒബ്ജക്ട് ആട്രിബ്യൂട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കോ മെത്തേഡും ആട്രിബ്യൂട്ട് എന്താണ്. പിന്നെ പ്രോബ്ലം സോൾവ്, 2 പ്രോബ്ലം കൂടി ചെയ്യുക. ഷോപ്പിംഗ് കാർട്ട് ഉണ്ടാക്കുക, ആ ഷോപ്പിംഗ് കാർട്ടിലോട്ട് ആഡ് ചെയ്യുക ടോട്ടൽ ഐറ്റംസ്. ഇങ്ങോട്ട് വേറൊരു ഫംഗ്ഷൻ ചോദിച്ചുകൊണ്ട് അതിന്റെ ടോട്ടൽ എത്രയാണ് ചോദിക്കുക. അതേമാതിരി മൂവി ലൈബ്രറിയിലോട്ട് നിങ്ങൾ മൂവി ഇങ്ങനെ കുറെ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതൊക്കെ മൂവി ഇപ്പൊ ഉണ്ട്, അതേമാതിരി ഏതൊക്കെ മൂവി വാച്ച് ചെയ്ത്, ഏതൊക്കെ മൂവി വാച്ച് ചെയ്തിട്ടില്ല, ഇതൊക്കെ ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ആഡ് മൂവി, വാച്ച്, ഈസ് വാച്ച് മൂവി, വാച്ച് അൺവാച്ച്, അങ്ങനെ പല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുക. അത് ട്രൈ ഔട്ട് ചെയ്യാതെ ഞാൻ പറയുന്നില്ല. ഇനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്, ട്രൈ ആൻഡ് അക്സെപ്റ്റ്. ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറ്റുള്ള ഒരു സെറ്റാണ്. പ്രൊജക്ട് തുടങ്ങാനുള്ള ഒരു ജാങ്കോ തുടങ്ങി പ്രൊജക്ട് ചെയ്യാനുള്ള ലെവലിൽ എത്താം. ഒരു മിനി പ്രൊജക്ട്, വലിയ പ്രൊജക്ട് ഇല്ല, പിന്നെ നമ്മൾ അവിടെ നിന്ന് അടിപൊളിയാക്കി എടുക്കുന്നതാണ്. ട്രൈ ആൻഡ് അക്സെപ്റ്റ്. ഒരു സിനാരിയോ പറയാണ്, ഇപ്പോൾ യൂസറിനോട് നമ്മൾ പറഞ്ഞു ഒരു നമ്പർ എൻ്റർ ചെയ്യുക, 2 നമ്പർ എൻ്റർ ചെയ്യുക, ആ 2 നമ്പറോട് കൂട്ടും. യൂസർ എന്ത് ചെയ്ത് 2 നമ്പർ എൻ്റർ ചെയ്യണേ പകരം 2 ടെക്സ്റ്റ് ആഡ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി കോഡ് എഴുതി വെച്ചിട്ടല്ലേ.
അല്ല നമുക്ക് അപ്പോൾ ടെക്സ്റ്റാണ് വരെ പിടിച്ചോ മാറ്റാണ് വരാൻ പറ്റില്ലല്ലോ. നമ്മൾ കോഡ് എഴുതി വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പ്ലസ് ചെയ്യും, എ പ്ലസ് ബി എറർ അടിച്ച്. കാരണം എ എന്ന് പറയുന്നത് എന്താ പറയാ സക്സസും ബി ഫെയിലിയർ ആണ് അവർ എൻ്റർ ചെയ്ത് വിചാരിച്ചു. സക്സസ് പ്ലസ് ഫെയിലിയർ എന്താ നമ്മൾ വിചാരിച്ച ഒരു ലെവലിലോട്ട് ആൻസർ പോയില്ലാന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. അല്ലെങ്കിൽ എ ബൈ ബി ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ എയും ബിയും എന്താ നമ്മളിപ്പോ ഒരു വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അവർ വന്നിട്ട് സക്സസ് ഡിവൈഡഡ് ബൈ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ആയില്ലേ. അങ്ങനെ ചാൻസ് ഉള്ള കോഡുകൾ ഉണ്ടാവും. നമുക്ക് തോന്നും ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നല്ല ട്രൈ അക്സെപ്റ്റ് ചെയ്തുന്ന ഗുണങ്ങൾ തന്നെയാണ്. അപ്പൊ ആ പൊട്ടാൻ ചാൻസ് ഉള്ള കോഡ് ട്രൈയിലാണ്ട് ചെയ്തു. പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം, അക്സെപ്റ്റിലാണ്ട് ചെയ്തു. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ആലോചിക്കണ്ട. ട്രൈ അക്സെപ്റ്റ് സേഫ്റ്റി ആണ്. ട്രൈയിൽ എഴുതിയ കോഡിൽ എന്തെങ്കിലും അവർ ടെക്സ്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാം. അവരോട് പറയും യു എൻ്റെ ടെക്സ്റ്റ് ഐ ആം ആസ്കിംഗ് ഫോർ ഇൻറ്റിജർ, പ്ലീസ് ഗിവ് മീ ഇൻറ്റിജർ, അതർവൈസ് വി കാൺട്ട് ഡിവൈഡ്. അങ്ങനെ റിട്ടേൺ കൊടുക്കുക അവർക്ക്. അത് എക്സെപ്ഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യും. ഒരു 2 എക്സാമ്പിൾ. ജനറലി ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ കോഡ് ചെയ്ത എക്സെപ്റ്റ് എക്സെപ്ഷൻ ആസ് ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു എന്താ പറയുക ആവശ്യം ഇല്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ട്രൈ എന്ന് പറഞ്ഞ കോഡ് ചെയ്ത എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഇതൊക്കെ കീവേഡ് ആ കളർ ഉണ്ട്. ട്രൈ എക്സെപ്റ്റ് എക്സെപ്ഷൻ ആസ് ഇ. എക്സെപ്ഷൻ ആസ് ഇ എന്ന് പറഞ്ഞാല് ആസ് ഇ എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ മുന്നുള്ള സാധനത്തിന് അതായിട്ട് എടുക്കുകയാണ് നമ്മൾ. എങ്ങനെ നിങ്ങളോട് പറയാം, ഇപ്പോ എക്സെപ്ഷൻ ആസ് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കീ വാല്യൂ ഫെയിലിയർ സക്സസ് അവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കുക ഇ എന്ന് പറയുന്നത്. അപ്പൊ ഇ ആയിട്ടാണ് വാല്യൂ സ്റ്റോർ ചെയ്യുക. ട്രൈ ആദ്യം 10 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എക്സെപ്റ്റ് എക്സെപ്ഷൻ ആസ് യോ പ്രിന്റ് പറഞ്ഞു. പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. കാരണം ഇതിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനെ നമ്മൾ റിയൽ കേസിൽ തന്നെ പറയാണ്. ഇൻപുട്ട് എൻ്റർ എ നമ്പർ. ഞാൻ എന്ത് ചെയ്താൽ അറിയോ, നമ്മളതിൽ സ്റ്റോർ ചെയ്യണമല്ലോ, അല്ല യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റോർ ചെയ്തിട്ട് എഫ് എന്ന് പറയാണ്ട് എക്സ് ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞു. കണ്ടങ്ങള്. അപ്പൊ ഇവിടെ എനിക്ക് വേണമെങ്കിൽ അവരോട് പറയാം you entered wrong text, please give us integer num. ഞാൻ കറക്റ്റ് കോഡിൽ അവരോട് ഇടാൻ മറന്നു. യു എൻ്റെ ടെക്സ്റ്റ് പ്ലീസ് ഗീവ് അസ് ഇൻറ്റിജർ നമ്പർ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ ഇവിടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇവിടെ അത് ഹാൻഡിൽ ചെയ്ത്. ഇത് ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ എറർ വരുന്നതിന് നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കണം. അതൊരു നല്ല ഡെവലപ്പർ സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇത് ക്ലിയർ ആയി. എങ്ങനെയാണ് ജനറലി വരുന്നത് ക്ലിയർ ആയി. അതിനുശേഷം ട്രൈ എക്സെപ്റ്റിൽ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞ്. ഇപ്പോൾ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എ കോഡ് ദാറ്റ് മൈറ്റ് ഫെയിൽ. എക്സെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് എറർ ടൈപ്പുകൾ ഉണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്താൽ മതി. വാല്യൂ എറർ എന്താണ്, ഇപ്പോൾ ടെക്സ്റ്റ് ചോദിച്ചപ്പോൾ നമ്പർ എന്ന്, അത് വാല്യൂ എറർ ആണ്. സീറോ ഡിവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ടാമത്തെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സീറോ ഡിവിഷൻ എറർ ആണ് വരിക. ടൈപ്പ് എറർ എന്ന് പറഞ്ഞത് ഡാറ്റ ടൈപ്പ് റോങ് ആയിട്ട് തരുന്നത്. ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ലിസ്റ്റിൽ 4 വാല്യൂ ഉണ്ട്, നമ്മൾ 10ാമത്തെ വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കിയ പോസിബിൾ ആണ്. സോ ഇൻഡെക്സ് വരും. കീ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറിയിൽ ഇപ്പൊ നെയിമും ഏജും ഉണ്ട്, നമ്മൾ അതിൽ പോയിട്ട് കോളേജ് സെർച്ച് ചെയ്ത്. സോ ഇറ്റ്സ് എ കീ എറർ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, ട്രൈ എക്സെപ്റ്റ് അത് ഹാൻഡിൽ ചെയ്ത് തരും. ഹാൻഡിൽ ചെയ്ത് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിടിക്കും. അങ്ങനെ പിടിച്ച് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് അവിടെ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക.
ജസ്റ്റ് ട്രൈ എക്സെപ്റ്റിൽ വാല്യൂ എററും സീറോ ഡിവിഷനും ട്രൈ എറർ ജസ്റ്റ് ജിപിനോട് ചോദിച്ചാൽ ഈ കോഡ് എടുത്തുകൊണ്ട് ഇതിനൊന്നും എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, അതെന്താണ്, ഇത് എങ്ങനെയാണ്, ഇതുകൊണ്ട് എന്താണ് ഗുണം, ഇത് റിയൽ കേസിൽ എങ്ങനെ ചെയ്യാം ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പൈത്തന്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. നമുക്ക് ചാനൽ തുടങ്ങാം. ഓക്കെ, ബൈ.